ഇതിപ്പോ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിച്ചത്. ഇതാണ് നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല. സമസ്തയുടെ മുഖപത്രമുണ്ട്. BJP എതിർക്കാൻ കോൺഗ്രസ് തയ്യാറായാലും ന്യൂനപക്ഷങ്ങൾ അവർക്ക് ബദൽ പ്രസ്ഥാനങ്ങളിൽ അഭയം പ്രാപിക്കുന്നുള്ള ഒരു, അതുപോലെ യെച്ചൂരി കാണിച്ച യാർജവും കോൺഗ്രസ് കാണിക്കണമെന്നുള്ളതാണ് മുഖപത്രത്തിൽ പറയുന്നത്. ഓക്കെ, സമസ്ത ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഞങ്ങൾ ക്ഷണിച്ചവരോ ക്ഷണിക്കപ്പെട്ടവരോ അല്ല. പിന്നെ ഞങ്ങൾ എന്തിനു വ്യക്തത വരുത്തുന്നത്? ഞങ്ങൾ ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഞങ്ങൾക്ക് നേരത്തെ മുതലുള്ളതാണ്. ആ നിലപാടിൽ ഞങ്ങൾ നിൽക്കുന്നു. BJP രാഷ്ട്രീയ ആയുധമാക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കാത്തത് എന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. വേറെ തടസ്സമൊന്നുമില്ല. BJP അതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJP എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പിലും ഓരോ കിഴകൾ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇത് മാത്രമല്ല, BJPയുടെ നയം അവർ ജനങ്ങളെ എങ്ങനെയൊക്കെ കുപ്പിയിലാക്കാൻ ശ്രമിക്കുന്നു, ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിലും വർഗീയ കലാപം ഉണ്ടാക്കലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഇതോടെ വർഗീയ വികാരങ്ങൾ ചൂഷണം ചെയ്യലാണ് BJPയുടെ നയം. അതാണ് BJPയുടെ ഒരു അജണ്ടയിലും വീണു കൊടുക്കരുത് എന്ന് തന്നെയാണ് ശക്തമായ നിലപാട്. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള BJP ക്ഷണത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. പരിപാടിക്കുള്ള ക്ഷണം തള്ളിയ യെച്ചൂരിയുടെ ആർജവം സോണിയാഗാന്ധിയും കാട്ടണമെന്ന ആവശ്യം ശക്തമാണ്. സമസ്ത മുഖപത്രം കോൺഗ്രസ് സമീപനത്തെ മുഖപ്രസംഗത്തിലൂടെ നിശിതമായി വിമർശിച്ചു. അയോധ്യ ക്ഷേത്രത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്ന BJPയുടെ നീക്കം വിശദീകരിച്ചാണ് മുസ്ലിം ലീഗ് അതൃപ്തി പ്രകടിപ്പിച്ചത്. BJP അജണ്ടയിൽ വീഴരുതെന്നാണ് ലീഗിൻ്റെ കോൺഗ്രസിനുള്ള മുന്നറിയിപ്പ്. ഇതേസമയം ഇതേക്കുറിച്ചൊന്നും അറിയില്ലെന്ന നിലപാട് രണ്ടാം ദിവസവും VD സതീശൻ തുടർന്നു. ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി KC വേണുഗോപാലും പാർട്ടി നിലപാട് പറയാതെ ഉരുണ്ടുകളിച്ചു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഇടതു നിരീക്ഷകൻ; N. ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, വീക്ഷണം മുൻ എഡിറ്റർ; TJ ശ്രീലാൽ, മാധ്യമപ്രവർത്തകൻ. ശ്രീലാൽ, സോണിയാഗാന്ധി ആ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ചു. അവിടെ തുടങ്ങിയതാണ് കോൺഗ്രസ് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. വലിയ പ്രതിരോധത്തിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യം. ദേശീയതലത്തിൽ അതുപോലെയോ അതിനുമപ്പുറം കേരളത്തിൽ അതിലും വലിയ പ്രതിസന്ധിയിലും അവസ്ഥയിലും കോൺഗ്രസ് എന്നുള്ളതാണോ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഒരു സാഹചര്യം ശ്രീലാലിൻ്റെ നോട്ടത്തിൽ? ശരത്ത്, ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ യാതൊരു പ്രതിസന്ധിയുമില്ല, യാതൊരു വിഷമവുമില്ല, അങ്ങനത്തെ ഒരു വിഷയമില്ല. കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ആ തലത്തിലുള്ള ആലോചനകൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുക. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിപ്പോൾ മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും രാമൻ്റെ പേരിൽ തന്നെയാണ് കോൺഗ്രസ് വോട്ട് പിടിച്ചത്. അവിടെ ആദ്യം രാമക്ഷേത്രത്തിൽ അയോധ്യയിൽ ശിലാന്യാസത്തിന് അവസരം കൊടുത്തതും തുറന്നു കൊടുത്തതും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള വോട്ട് പിടുത്തമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ശ്രീരാമനെയും ലക്ഷ്മണനും എല്ലാം കടന്ന് അവിടെ ഹനുമാൻ വരെ എത്തി അവിടെ കോൺഗ്രസിൻ്റെ പ്രചാരണ പരിപാടിയിലെ പ്രധാന ആൾക്കാരായി എത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് വലിയ പ്രതിസന്ധിയില്ല. പക്ഷേ കേരളത്തിൽ വരുമ്പോഴാണ് പ്രതിസന്ധി. കേരളത്തിലെ സാഹചര്യത്തിൽ ഇത്തരം ഒരു തീരുമാനമെടുക്കുക വലിയ പ്രതിസന്ധിയാണ്. ദേശീയതലത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന, ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന മറ്റ് പല പാർട്ടികളും, പ്രത്യേകിച്ച് RJD, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ DMK, ബംഗാളിൽ നിന്നുള്ള മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും, ഇവരെല്ലാവരും ഇതിനെതിരെ നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ഉറച്ചു നിൽക്കാതെ ഒരു തീരുമാനം എടുക്കാൻ നിൽക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ദേശീയതലത്തിൽ കോൺഗ്രസിന് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം പക്ഷേ കേരളം പോലെ ഇപ്പോഴും വേരുള്ള സംസ്ഥാനത്ത്, വീണ്ടും അധികാരത്തിൽ എത്താൻ സാധ്യതയുള്ള സംസ്ഥാനത്ത് അത് പറഞ്ഞ് ന്യായീകരിക്കാൻ കോൺഗ്രസിനാകില്ല എന്നുള്ളതാണ്. ശരത്ത്, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ളത് രാമക്ഷേത്രം ജനുവരി 22-ന് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമെന്നും അവിടെ പൂജ തുടങ്ങുമെന്നുമെല്ലാം ഇന്നലെയല്ല നമ്മൾ അറിഞ്ഞത്. ഇത് എത്രയോ നാൾ മുമ്പ് അറിഞ്ഞൊരു കാര്യമാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന് ഇത്രയും, അപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങുമ്പോൾ തന്നെ അവരുടെ തീയതി പ്രഖ്യാപിച്ചിരുന്നു. അത് 1-2 അങ്ങോട്ടും ദിവസങ്ങൾ നീളുകയോ ഒരു മാസമോ ആഴ്ചകൾ നീളുക മാത്രമാണ് ചെയ്തത്. പക്ഷേ എന്തായാലും ഇങ്ങനെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിലാകും എന്നുമുള്ള വ്യക്തമായ അറിവ് കോൺഗ്രസിനും ഈ ഇന്ത്യയിലെ ഏതാണ്ട് ഈ രാഷ്ട്രീയം നോക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ട് പോലും ഇത്രയും നാൾ ഉണ്ടായിരുന്നിട്ട് പോലും ഇക്കാര്യത്തിൽ
ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നയമുണ്ടാക്കാൻ കോൺഗ്രസിന്, അല്ലെങ്കിൽ ഒരു നറേഷൻ ഉണ്ടാക്കാൻ, നയം പോകട്ടെ, കോൺഗ്രസിന് എന്തുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പോകുന്നു അല്ലെങ്കിൽ പോകുന്നില്ല എന്നൊരു നറേഷൻ ഉണ്ടാക്കാൻ പോലും കോൺഗ്രസിന് ഇക്കാലം അത്രയും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്. അതാണ് KC വേണുഗോപാൽ ഉരുണ്ട് കളിക്കുന്നത്, അതാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് VD സതീശൻ ഉരുണ്ട് കളിക്കുന്നത്. പക്ഷേ അതേസമയം ദിഗ്വിജയ് സിംഗിന് ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു ആശങ്കയുമില്ല. സ്വീകരിക്കണം, സ്വീകരിച്ചു പോകണം എന്നുള്ള നിലപാടിലാണ് ദിഗ്വിജയ് സിംഗ് ഉള്ളത്. ദേശീയ നേതൃത്വത്തിലുള്ള പല നേതാക്കൾക്കും ഈ തീരുമാനം തന്നെയാണുള്ളത്. കാരണം അവിടെ ഹിന്ദുത്വ കാർഡ് കളിച്ചു തുടങ്ങിയ കാലം കുറയായി കോൺഗ്രസ് മൃദു ഹിന്ദുത്വ കാർഡായിരുന്നു. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തുന്ന ദേശീയ നേതാക്കളാണ് കോൺഗ്രസിലുള്ളത്. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കേരളത്തിൽ മാത്രമേ ഒരു പ്രതിസന്ധി, ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നില്ല. റൈറ്റ്. കേരളത്തിലെ പ്രതിസന്ധി, കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി പ്രത്യേകമായി തന്നെ നോക്കേണ്ടതുകൂടിയാണ് ഈ പറഞ്ഞ വിധത്തിൽ നോക്കിയാൽ. ഇവിടെ ലാൽകുമാർ, ഇവിടെ സ്വാഭാവികമായും ഈ നിലയിലാണ് എങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ വിമർശനമൊന്നും ദേശീയ നേതൃത്വത്തെ, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അലട്ടുന്നതായി കരുതേണ്ടതേയില്ല. അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും സോണിയാഗാന്ധി ക്ഷണം വന്നപ്പോൾ തന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചത്. അതിനനുബന്ധമായി ആ പാർട്ടിയിൽ ഇപ്പോൾ സോണിയാഗാന്ധി മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയും അതുപോലെ കമൽനാഥും ഇപ്പോൾ പറഞ്ഞ ദിഗ്വിജയ് സിംഗും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിയും ഒക്കെ എങ്ങനെയൊക്കെയാണ് ഹിന്ദു വോട്ടുകളെ ആകർഷിക്കാൻ ഏതൊക്കെ തരത്തിൽ പെരുമാറേണ്ടതുണ്ട് എന്ന് കാട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ സ്വാഭാവികമായ തുടർച്ചയിലാണ് സോണിയാഗാന്ധി ഈ അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ചത്. ഇവിടെ ഹിന്ദു വോട്ടുകളെ സമാഹരിക്കാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന ധാരണയിൽ തന്നെയാണ് കോൺഗ്രസ് അതിലേതെങ്കിലും തരത്തിലൊരു അപാകത കാണുന്നതേയില്ല. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രമേ ഈ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുള്ളൂ. അതാണല്ലോ പ്രശ്നം. നോക്കൂ, ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്വാഭാവികമായ മര്യാദയിൽ പെട്ട ഒരു കാര്യമാണ്. VD സതീശനും KC വേണുഗോപാലും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓടുന്ന ഓട്ടത്തിന്റെ സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അവരെത്ര വലിയൊരു വിഷയ സർക്കിളിലാണ് കിടക്കുന്നത്. നോക്കൂ, അവർക്ക് കൃത്യമായി പറയാം. ഇപ്പം ശ്രീലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ എന്താണ് കോൺഗ്രസിന്റെ നയമെന്ന്. അത് നമുക്ക് നേരത്തെ അറിയാവുന്നൊരു കാര്യമാണ്. ഇതങ്ങ് പറഞ്ഞാൽ മതി. ഇത് പറയാതെ ഈ ഉരുളിഫിക്കേഷൻ നടത്താതിരുന്നാൽ മതി. ഇപ്പൊ ഇവർ നടത്തുന്ന ഉരുളിഫിക്കേഷനാണ്. കാര്യം കേരളത്തിലെ മതന്യൂനപക്ഷത്തെ അവർക്ക് ബോധ്യത്തിലെടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കാര്യം ഇവരോട് എന്ത് പറയും? അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ മുസ്ലിം ലീഗിന് ഈ പറയുന്ന കോൺഗ്രസിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന UDFന്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗിനോട് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ലീഗ് ഇല്ലെങ്കിൽ UDF ഉണ്ടോ? ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടോ? ഈ പറയുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരും എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ലീഗിന്റെ വോട്ട് കൂടിയില്ലെങ്കിൽ, ലീഗ് വോട്ട് ചെയ്തില്ല എങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഔട്ട്സൈഡ് കേരള കോൺഗ്രസ് ഒരു ഹിന്ദു പാർട്ടിയാണ്. വളരെ വളരെ വ്യക്തമാണ്, ഹിന്ദു പാർട്ടിയാണ്. അതിന് വേറെ സോഫ്റ്റ് ഹിന്ദുത്വ എന്നും ഈ ഹാർഡ് ലൈൻ ഹിന്ദുത്വ എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ കൊടുക്കുമെങ്കിലും ദാറ്റ് ഈസ് ആക്ച്വലി അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹൂ ഇസ് വിന്നിങ്? അത് ഹിന്ദുത്വമാണ് വിജയിക്കുന്നത്. സോഫ്റ്റ് ആയിട്ട് കളിച്ചാലും ഹാർഡ് ലൈൻ ആയിട്ട് കളിച്ചാലും ഹിന്ദുത്വ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ ഒരല്പ പുറയിലേക്ക് പോയി സംസാരിക്കാം. ഇപ്പം ഇവിടെ കോൺഗ്രസിന്റെ വക്താക്കന്മാർ പൊതുവെ പറയുക, നോക്കൂ, ആ ഹിന്ദു വോട്ടേഴ്സിനെ അപ്പീസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഇടപെടൽ BJP നടത്തുന്നു. ആ BJP അങ്ങനെയുള്ള ഇടപെടൽ നടത്തുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് ദ ഓപ്ഷൻ ലെഫ്റ്റ് ബിഫോർ അസ് എന്നുള്ളൊരു ചോദ്യമാണ് അവർ പലപ്പോഴും വെക്കുന്നത്. എൻ്റെ അപ്പോഴുള്ള ചോദ്യം, ഈ കോൺഗ്രസ്സുകാർ വല്ലേ ഇതൊരു ആയുധമാക്കി ഇവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത്? ഈ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്രം 49 അടഞ്ഞു കിടക്കുകയാണല്ലോ അല്ലേ? ഇത് ഈ ഗേറ്റ് തുറന്നു കൊടുത്തത് ആരാണ്? ഇതിനുള്ള അന്തരീക്ഷം എല്ലാം ഉണ്ടാക്കിയത് ആരാണ്? ഇത് പൊളിക്കാൻ കൂട്ടുനിന്നത് ആരാണ്? പൊളിക്കുന്ന സാഹചര്യത്തിൽ ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇതൊന്നുമില്ലായിരുന്നുവെങ്കിൽ പ്രശ്നമില്ലല്ലോ. അപ്പൊ അവിടെ സംഭവിച്ച വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഷാബാനു ബീഗം കേസിൽ മുസ്ലിം അപ്പീസ്മെന്റ് നടത്തി എന്നുള്ളൊരു ധാരണ രാജീവ് ഗാന്ധിക്ക് വരുന്നു. അത് ഒരു റിവേഴ്സ് പോളറൈസേഷന് സാധ്യത ഉണ്ട്, ഹിന്ദു വോട്ടേഴ്സ് പോകും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ട് അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് ശിലാന്യാസം നടത്തി കൊടുത്തു. യഥാർത്ഥത്തിൽ രാജ്യത്തെ മതന്യൂനപക്ഷത്തിന്റെ അവരുടെ ജീവിതത്തിലേക്ക് അവസാന ആണി
അടിച്ചു കയറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിപ്പോയി. പണ്ഡിറ്റ് നെഹ്റു ഇതെടുത്ത് കൊണ്ട് സരയുവിൽ കളയാനാ പറഞ്ഞത്. പക്ഷെ അതൊന്നും പ്രശ്നമില്ലാതെ അദ്ദേഹത്തിന്റെ ചെറുമകൻ ഇത് തുറന്നു കൊടുത്തു. ഒരു പ്രശ്നവും ഉണ്ടായില്ല. അതുകൊണ്ടുണ്ടായ ന്യൂസൻസ് നോക്കൂ. രാജ്യത്ത് രാമൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ആയുധം ആദ്യം ഉയർത്തിവിടുന്നത് BJP RSS അല്ല. സത്യത്തിൽ ഈ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് രാജീവ് ഗാന്ധി രാമന്റെ വേഷം കെട്ടിച്ച് ആൾക്കാരെ ഈ നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡിൽ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അരുൺ നെഹ്റു ഒക്കെ അതിന്റെ ആളായിരുന്നു കേട്ടോ. അരുൺ നെഹ്റു അതിന്റെയൊക്കെ ആളായിരുന്നു. അങ്ങനെ നിന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ രാമനെ എന്നാ ഞങ്ങൾക്ക് ഒരു യഥാർത്ഥ രാമനെ അങ്ങ് ഉപയോഗിച്ചേക്കാം. ഈ പറയുന്ന ആൾക്കാരെ വേഷം കെട്ടിച്ചുള്ള രാമന് പകരം എന്നാ യഥാർത്ഥ രാമനെ നമുക്ക് അങ്ങ് ഉപയോഗിച്ചേക്കാമെന്ന് സംഘപരിവാർ ശക്തികൾ ചിന്തിക്കുന്ന ആ പോയിന്റിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഡൈനാമിക്സ് മാറുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഡൈനാമിക്സിൽ നിന്ന് ഇവർ മുന്നോട്ട് വെച്ച ആയുധം യഥാർത്ഥത്തിൽ വളരെ നന്നായി BJP എടുത്ത് മുന്നോട്ട് കളിക്കുകയും അല്ലെങ്കിൽ RSS സംഘപരിവാർ ശക്തികൾ എടുത്ത് കളിക്കുകയും മതന്യൂനപക്ഷത്തിന് രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ BJP ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കളിക്കേണ്ടി വരുന്നതെന്നുള്ള ഒരു ലെയിം ആയിട്ടുള്ള ഒരു ഫീബിൾ ആയിട്ടുള്ള ഒരു യൂസ്ലെസ് വാദമാണത്. ഇവരാണ് അത് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നോക്കൂ, മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് നോക്കൂ. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ശ്രീലാൽ പറഞ്ഞല്ലോ. അവിടെ സത്യം പറഞ്ഞാൽ രാമനെ വെച്ച് ഈ വേഷവിധാനം നടത്തി അല്ലെങ്കിൽ അതിട്ട് ഈ മേക്കപ്പ് ഒക്കെ നടത്തി ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയത് കമൽനാഥാ, ദിഗ്വിജയ് സിംഗുവാ. ആൾക്കാർ വോട്ട് ചെയ്തോ? ഉപ്പിലിട്ടത് നമുക്ക് ഒരു നാട്ടിലൊരു പ്രയോഗമുണ്ട്. ഇവർ ഉപ്പിലിട്ടതാണ്. ഉപ്പ് അപ്പുറത്തുള്ളപ്പോ എന്തിനാണ് ഇവരെ ചൂസ് ചെയ്യുന്നത്? ഈ ഉപ്പ് ഉണ്ടാക്കാൻ അവരെ സഹായിച്ചത് കോൺഗ്രസ് ആണ്. അപ്പൊ അടിസ്ഥാനപരമായി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുള്ള ഒരു ഡയലേമ ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിൾ ആയിട്ട്. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇവർക്ക് മിണ്ടാൻ പറ്റില്ല. കാരണം മതന്യൂനപക്ഷത്തിന്റെ അടുക്കൽ ഇവർക്ക്, നമ്മുടെ നാട്ടിൽ മതന്യൂനപക്ഷം വളരെ പ്രോമിനന്റ് ആണ്. അവർ വലിയ വോട്ട് ബാങ്ക് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡിമാൻഡിങ് ആണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് ഞഞ്ഞാ വർത്താനം പറഞ്ഞേ പറ്റൂ. എന്നാൽ അപ്പുറത്ത് അവർക്ക് ഈ പറയുന്ന രാഷ്ട്രീയ നിലപാടെല്ലാം ഡൈല്യൂട്ട് ചെയ്ത്, പണ്ഡിറ്റ് നെഹ്റുവിന്റെ രാഷ്ട്രീയ നിലപാടൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് രാജീവ് ഗാന്ധിയുടെ നിലപാടിലേക്കും നരസിംഹറാവുവിന്റെ നിലപാടിലേക്കും ഒക്കെ പോയേ പറ്റൂ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആദ്യത്തെ സ്ട്രെച്ച് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്ന പഴയ IFS ഉദ്യോഗസ്ഥനായിരുന്ന മണിശങ്കർ അയ്യർ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. എനിക്കൊന്ന് ബർഖാദത്തിനോടാണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ഞാനത് കേട്ടു. അദ്ദേഹം ഒരിക്കൽ നരസിംഹറാവുവിനെ കാണാൻ പോകുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടിയാണ്, നരസിംഹറാവു പറയുന്നത്, ദിസ് ഇസ് എ ഹിന്ദു കൺട്രി. മണി, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് എ ഹിന്ദു കൺട്രി. ഏതാ നരസിംഹറാവു പറയാണ്. മണിശങ്കർ അയ്യരുടെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ്, ഹൂ ഇസ് ദ ഫസ്റ്റ് BJP പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഐ വുഡ് ആൻസർ ദാറ്റ് ഇറ്റ് ഈസ് PV നരസിംഹറാവു. നരസിംഹറാവു ആണ് ആദ്യത്തെ ഇന്ത്യയുടെ BJP പ്രധാനമന്ത്രി എന്ന് പറയുന്നതിലായ അദ്ദേഹത്തിന് ഒരു വിമുഖതയില്ല. അദ്ദേഹം അങ്ങനെ തന്നെ പറയണം എന്ന് അദ്ദേഹം ദേശീയ ചാനലിൽ കൊടുത്തൊരു ഇന്റർവ്യൂ എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അത് സത്യമാണ്. മണിശങ്കർ അയ്യരെ പോലെ ഇപ്പോഴും കോൺഗ്രസിൽ നിൽക്കുന്ന, കോൺഗ്രസ് രാജീവ് ഗാന്ധിയുമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്ന ഒരാൾ പറയുന്നു ഇന്ത്യയിലെ ആദ്യത്തെ BJP പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ മനസ്സിലായിട്ടില്ലാത്തുള്ളൂ. ഈ പറയുന്ന കേരളത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലായിട്ടില്ലാത്തുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടെ, ഞാനത് ഒറ്റ കാര്യം എന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമതൊരു കാര്യം കൂടെ പറയാൻ വിചാരിക്കരുത്. ഈ ഹിന്ദു വോട്ടേഴ്സിനുമായി ബന്ധപ്പെട്ട് ഇതുണ്ടല്ലോ, സോണിയാഗാന്ധി അപ്പീസ്മെന്റ് പൊളിറ്റിക്സിന് അവർ പോകുന്നു. നിതീഷ് കുമാറിന്റെ വോട്ട് ബേസ് എന്താണ്? നിതീഷ് കുമാറിന്റെ വോട്ട് ബേസ് മുസ്ലിംസാ? ഹിന്ദു വോട്ട് ബേസ് ആണ്, ഒരു സംശയവും ഇല്ല. ലാലു പ്രസാദിന്റെ വോട്ട് ബേസ് എന്താണ്? അവരുടെ വോട്ട് ബേസും ഹിന്ദു വോട്ട് ബേസ് ആണ്. ഈ വോട്ട് ബേസിലുള്ള നിൽക്കുന്നവർക്കൊക്കെ ഈ പരിപാടിക്ക് പോകണ്ട എന്ന ഉത്തമ ബോധ്യമുള്ളപ്പം ഇവർക്ക് മാത്രം പോകണമെന്ന് തോന്നുന്നതിന് എന്താ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ ഇവര് നേരത്തെ തന്നെ ഈ കൽപ്പാന്ത കാലത്തോളം കളിച്ചുകൊണ്ടിരുന്ന കളി വീണ്ടും കളിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ശക്തമായി പറ്റുമെന്നുള്ള നിതീഷ് കുമാറിനോ അല്ലെങ്കിൽ ലാലു പ്രസാദിനോ ഈ പറയുന്ന മമതാ ബാനർജിക്കൊക്കെ പോകണ്ട എന്ന് തീരുമാനമെടുക്കാനുള്ള ആർജവമുള്ളപ്പം അതിനൊക്കെ മേളിൽ ഇദ്ദേഹം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും ജനറൽ സെക്രട്ടറിയും സീതാറാം യെച്ചൂരി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ളവർക്കൊക്കെ പോകണ്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റും, പക്ഷെ ഇവർക്ക് എടുക്കാൻ പറ്റില്ല. ഇവരുടെയൊക്കെ ഹിന്ദു, ഇപ്പൊ കേരളത്തിലെ ഹിന്ദു വോട്ട് ബേസ് വേണ്ടാന്ന് CPM തീരുമാനിച്ചിട്ടില്ലല്ലോ. അപ്പൊ കേരളത്തിലെ വോട്ട് ബേസ് ഹിറ്റ് ചെയ്തില്ലേ?
ഹിന്ദു വോട്ട് ബേസ് ഹിറ്റ് ചെയ്തില്ലെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനല്ല. ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഒരു നിലപാട് പ്രധാനമാണ്. നട്ടലിന്റെ ഒരു ശക്തി. ലാല് പറഞ്ഞു വെച്ചത് നിലപാട്, ഒരു പാർട്ടി ആയാൽ അതിനൊരു നിലപാട് വേണം. ആ നിലപാട് ആവർത്തിച്ചുറപ്പിച്ചു പറയുന്നതാവണം നേതൃത്വം അല്ലെങ്കിൽ നേതാവ്. അത് പറയാതെ ഉരുണ്ട് കളിച്ച് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതല്ല ഒരു നേതൃത്വം അല്ലെങ്കിൽ ഒരു നേതാവ്. ഇവിടെ ശ്രീ എൻ ശ്രീകുമാർ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകുമാർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ലാല് പറഞ്ഞു നിർത്തിയെടുത്ത് സംസാരിച്ചാൽ പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ മുന്നണിയിൽ ഓരോ നേതാവിൻ്റെയും പേരെടുത്ത് പറഞ്ഞു. അവരൊക്കെയും അവരുടെ വോട്ട് ബേസ് എന്താണെന്നും സൂചിപ്പിച്ചു. അവരൊക്കെയും BJP ഒരു രാഷ്ട്രീയ ആയുധമായി അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയെ കാണുമ്പോൾ, അതിനെ നീക്കുമ്പോൾ, മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിനൊപ്പം നിൽക്കാനില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. പക്ഷേ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ സോണിയാഗാന്ധി സന്തോഷത്തോടെ ആ ക്ഷണം ഏറ്റുവാങ്ങുന്നു. സോണിയാഗാന്ധി അങ്ങനെ ആ ക്ഷണം ഏറ്റുവാങ്ങുന്നതിൽ ഏതെങ്കിലും തരത്തിലൊരു അപാകത ഇവരൊക്കെ പറയുന്നത് പോലെ ഉണ്ടോ? താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? കോൺഗ്രസ് ശരിയായ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിന് ക്ഷണം കിട്ടിയിട്ടുണ്ട്. ആ ക്ഷേത്രത്തിന്റെ അധികാരികളിൽ നിന്ന് ക്ഷണം കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രതിനിധി ആ ചടങ്ങിൽ പങ്കെടുത്തേക്കും. കാരണം ഇതൊരു ക്ഷേത്ര പരിപാടി മാത്രമാണ്. BJPക്ക് അതൊരു രാഷ്ട്രീയ ആയുധമാണ്, സംശയമൊന്നുമില്ല. സീതാറാം യെച്ചൂരി വളരെ സൂക്ഷ്മമായി ഇതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊരു മതപരമായ ചടങ്ങ് ഒരു ഗവൺമെന്റിന്റെ ചടങ്ങാക്കി മാറ്റുന്നതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ പോകരുതെന്നോ INDA കക്ഷികളോട് പോകരുതെന്നോ അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടില്ല. നാളെ എന്താണ് അദ്ദേഹം പറയാന്ന് എനിക്ക് അറിയില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ വേരുള്ള പാർട്ടിയാണ്. പരാജയം സംഭവിക്കുമ്പോൾ പാർട്ടി എഴുതി തള്ളാൻ കഴിയില്ലല്ലോ. അത് വേരുള്ള പാർട്ടി തന്നെയാണ്, സംശയമില്ല. വോട്ട് ശതമാനത്തിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിലപാട് എന്ന് എൻ്റെ സുഹൃത്ത് ലാൽകുമാർ നിലപാടിനെ കുറിച്ച് പറഞ്ഞു. ഈ നിലപാട് എന്ന് പറയുന്നത് രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും CPM അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ചെറിയ ഉദാഹരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ ഇന്ത്യ സഖ്യത്തില് CPM ഉണ്ട്, പക്ഷെ അവര് ഇന്ത്യ സഖ്യയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലില്ല. ഇതെന്ത് പരിപാടി എന്ന് ചോദിച്ചാൽ CPM അതിന് വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം കേരളത്തിൽ അവരുടെ മുഖ്യശത്രു കോൺഗ്രസ് ആണ്, അതുകൊണ്ട് കോൺഗ്രസുമായിട്ട് യോജിച്ച് നിൽക്കാൻ പറ്റില്ല. ഇതൊരു നിലപാടാണ്. പക്ഷെ ആ നിലപാട് ശരിയാണോ എന്ന് ചോദിച്ചാൽ തർക്കിക്കാൻ വകയുള്ള ഒരു നിലപാടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP രാമക്ഷേത്രം അവരുടെ മാത്രമായി കൊണ്ടുനടക്കുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് BJPക്ക് മാത്രം എടുക്കേണ്ട കാര്യമല്ല. ഹൈന്ദവ വിശ്വാസികൾ എല്ലാ പാർട്ടിയിലുമുണ്ട്. എല്ലാവരും ഹൈന്ദവ വിശ്വാസികളാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുണ്ട്, കോൺഗ്രസിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. അത് വ്യക്തമാക്കി പറഞ്ഞത് കോൺഗ്രസ് തന്നെയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. കാരണം ഇപ്പൊ ലാൽകുമാർ ഇവിടെ പറഞ്ഞ ശ്രീരാമനെ അവതരിപ്പിച്ച കാര്യം, പക്ഷെ അദ്ദേഹം വേറെ വളരെ പ്രത്യക്ഷത്തിലുള്ള കാര്യം മറന്നുപോയി. ഇന്ദിരാഗാന്ധി കൈപ്പത്തി ചിഹ്നം സ്വീകരിച്ചപ്പോൾ പാലക്കാട് ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു. കൈപ്പത്തി അംഗീകരിച്ച ശേഷം അതിനെ വർഗീയമെന്ന് ആരും വിശേഷിപ്പിച്ചില്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് താങ്കൾക്ക് നന്നായി അറിയാം. ഇവിടെ എൻ്റെ ഒരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ പോലെ ഈ ക്ഷേത്ര പ്രതിഷ്ഠ എന്നുള്ളതിനെ, ഒരു മതപരമായ ചടങ്ങിനെ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന BJPയുടെ സമീപനം മറയില്ലാതെ നിൽക്കുമ്പോൾ അതേ വേദിയിൽ അതുപോലെ തന്നെ അവർക്കൊപ്പം തന്നെ അതേ രീതിയിലാണ് തങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടാണോ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കേണ്ടത്, അതിനെ രാഷ്ട്രീയമായി നേരിടേണ്ടത് എന്ന ചോദ്യം കോൺഗ്രസ്സിന് കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതേ നിലയിൽ ഗുജറാത്ത് മുതൽ ഇങ്ങോട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും ഒടുവിൽ അവസാനം വരെയും കണ്ടു. ഈ അടവ് പയറ്റുമ്പോൾ ആ അടവ് നയം പൂർണ്ണമായും പരാജയപ്പെടുന്നു. ഇന്ന് സുപ്രഭാതം സംസ്ഥയുടെ മുഖപത്രത്തിലെ മുഖപ്രസംഗത്തിൽ ചോദിച്ചത് അതുതന്നെയാണ്. അതേ നാണയത്തിൽ നേരിടണമെന്ന മണ്ടത്തരം, ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞ ആ വിശദീകരണമാണ്. ആ മണ്ടത്തരം ആരാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഓതിക്കൊടുക്കുന്നത്? ചോദ്യം. സമസ്തയുടെ മുഖപ്രസംഗം അതിവൈകാരികതയിൽ നിന്നുണ്ടായതാണ്. അവരൊന്ന് ആലോചിച്ച് എഴുതണമായിരുന്നു. എടുത്തിയാടി എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിച്ച് ആ പള്ളി അവിടെ പൊളിച്ച് ആ പള്ളി പൊളിച്ച സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും രൂപപ്പെടുത്തി അതിലൂടെ കാര്യങ്ങളാകെ മാറിമറിയുമ്പോൾ നമ്മളതിനെ കേവല വൈകാരികതയിൽ പരിമിതപ്പെടുത്തുന്നത് ഉചിതമല്ല. എന്റെ സ്ഥലത്തെ ഒരു കാര്യം ആലോചിക്കൂ. നമ്മൾ ഈ മുസ്ലിം സമുദായം എന്ന് വെച്ചാൽ മുസ്ലിം സമുദായം കോൺഗ്രസ് വിരോധികളാണെന്നോ, കോൺഗ്രസ് അയോധ്യ ക്ഷേത്രത്തിന്റെ പരിപാടിക്ക് പോയാൽ കോൺഗ്രസിന് അവർ അപ്പാടി എതിർക്കുന്നതൊക്കെ കരുതുന്ന മണ്ടത്തരമാണ്, വിഡ്ഢിത്തമാണ്. കാരണം ഈ മുസ്ലിം സമുദായത്തിലെ ഇന്നത്തെ എല്ലാ വോട്ടർമാർക്കും നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ധാരണ ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിനെ അങ്ങ് ഒഴുക്കിക്കളയാമെന്നൊരു ധാരണ CPM-നുണ്ടോ? അങ്ങനെയല്ല. കോൺഗ്രസ് നേതൃത്വത്തോടുള്ള മതന്യൂനപക്ഷങ്ങളിലെ കേരളത്തിന്റെ ഒരു പൊതുരാഷ്ട്രീയ മണ്ഡലത്തിലെ ശക്തമായ വിയോജിപ്പ് ഈ വാചകങ്ങളിൽ അങ്ങ് കാണാതെ പോവുകയാണോ?
ലീഗിന്റെ കാണുന്നില്ല. വക്താവ് ഇന്ന് പറഞ്ഞത് കണ്ടില്ലേ? കോൺഗ്രസ് സമസ്തയുടെ നിലപാടാണെങ്കിലും ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കാത്തിടത്തോളം കാലം അവർ പറയുന്നത് അവരുടെ താൽക്കാലികം വൈകാരികത മാത്രമാണ്. അല്ല, അതെന്തുകൊണ്ടാണ് അവർ പറയുന്നത്? ഔദ്യോഗികമായിട്ട് സോണിയാഗാന്ധി തന്നെ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു എന്നുള്ള ഇടത്തല്ലേ പ്രശ്നം? ഇപ്പോൾ മറ്റു പാർട്ടികളൊക്കെ നിരസിച്ചും നിലപാടെടുത്തും പോകുമ്പോൾ കോൺഗ്രസ് നിലപാടെടുത്തിട്ടില്ല എന്ന് പറയുകയും അതിൽ വലിയ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ച സോണിയാഗാന്ധി എന്ന നിലയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ താങ്കൾ പറഞ്ഞതിൽ എന്ത് യുക്തിയാണുള്ളത് നിലപാടെടുത്തിട്ടില്ല എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ വി ഡി സതീശന് 2 ദിവസം ഒഴിഞ്ഞുമാറി നടക്കേണ്ടി വരുമോ? ദേശീയ രാഷ്ട്രീയമാണ്, എനിക്കറിയില്ല എന്ന് പറയേണ്ടി വരുമോ അദ്ദേഹത്തിന്? കെ സി വേണുഗോപാൽ പോലും എങ്ങനെയാണ് പ്രതികരിച്ചത്? ദേശീയ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിട്ടല്ല ഒഴിഞ്ഞത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനം, അല്ലെങ്കിൽ അവരുടെ നേതാക്കളുടെ തീരുമാനം പ്രഖ്യാപിക്കും. ഞാൻ പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസ് ഒരു ക്ഷേത്രത്തിന്റെ ചടങ്ങിൽ പോയാലൊന്നും കോൺഗ്രസിനെ എതിർക്കില്ല. മലബാറിലെ മുസ്ലിങ്ങൾ എതിർക്കില്ല, പേടിക്കേണ്ട. സമസ്തയുടെ മുഖപ്രസംഗം അവർ ഒന്നുകൂടെ ആലോചിച്ച് എഴുതണമായിരുന്നു തന്നെയാണ് ആവർത്തിച്ച് തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല, പ്രശ്നം സമസ്തയ്ക്കാണ്, പ്രശ്നം സുപ്രഭാതത്തിനാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ കുറെ നേരം ലാൽ സംസാരിച്ചല്ലോ, ഞാൻ പറയാൻ അനുവദിച്ചു. ആദ്യത്തെ അവസരത്തിൽ എനിക്കൊന്ന് സംസാരിക്കാൻ അനുവാദം തരൂ, എന്നിട്ട് അടുത്ത് നിങ്ങൾ തർക്കിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ദേശീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദേശീയ പാർട്ടി എന്ന പേര് മാത്രം പേറി സംസ്ഥാനങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയും ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകൾ വ്യത്യസ്തമാവും. സംശയമില്ലാത്ത കാര്യമാണത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവരായാലും മുസ്ലിങ്ങളായാലും എല്ലാ കാര്യത്തിലും ഗാന്ധിയൻ തത്വസംഹിതയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുക. ഞാനൊരു സനാതന ഹിന്ദുവാണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി എങ്ങനെയാണോ മറ്റു മതങ്ങളെ കണ്ടത് അതുപോലെ തന്നെ കോൺഗ്രസും കാണും. ഞാൻ സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ BJPയുടെ ആ ക്ഷേത്ര നിർമ്മാണത്തിൽ കോൺഗ്രസ് പോകാതിരുന്നത് പിന്നെ BJPക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കി കൊടുക്കണമെന്ന് കേരളത്തിലെ CPM ആഗ്രഹം ഉണ്ടാവും, സംശയമില്ല. കാരണം ഇവിടെ കോൺഗ്രസ് പരാജയപ്പെടണം, ഇവിടെ 20 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെടണം, ഇവിടെ BJPക്ക് സീറ്റ് കിട്ടില്ലെന്ന് അവർക്കറിയാം. അപ്പൊ ഞങ്ങൾ ജയിക്കണം. ആ ഒരു സങ്കുചിത കേരളത്തിലെ സ്വീകരിച്ചത് എന്ത് രീതിയിലാണ് ശ്രീകുമാർ താങ്കൾ പറയുന്നത്? ഇത് സ്വയം ക്ഷണിച്ചു വരുത്തുന്നതല്ലേ? ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു കേട്ടെ സ്ഥലത്തെ. അതായത് സീതാറാം യെച്ചൂരി ഇന്നലെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കാൻ പാടില്ല, INDA കക്ഷികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. രാഷ്ട്രീയ ബോധമുണ്ട്, അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധമുണ്ട്, അത് മനസ്സിലാക്കുക നിങ്ങൾ. അപ്പൊ താങ്കൾ വിശ്വസിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന് ആ ബോധം പോലും ഇല്ലാന്നല്ലേ സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, എഴുതാപ്പുറം വായിക്കണ്ട. ഞാൻ പറഞ്ഞത് ഇവിടെ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ശരത്തിന് മനസ്സിലായില്ലെങ്കിലും ശരത്തിന് മനസ്സിലായി, പക്ഷെ എനിക്ക് മനസ്സിലായത് താങ്കൾ ഒരു തരത്തിലും കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ സ്പഷ്ടമായി തന്നെ പറയേണ്ടി വരും. ഇതൊരു ന്യൂനപക്ഷ വിരുദ്ധ നിലപാടാണെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട. കോൺഗ്രസ് അയോധ്യ ക്ഷേത്രത്തിന്റെ ആ പൂജാ ചടങ്ങിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുത്താലും കേരളത്തിൽ കോൺഗ്രസിന് ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നേരം വരെ എടുത്ത തീരുമാനത്തെ ബോധ്യപ്പെടുത്താൻ മുസ്ലിം ലീഗിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, സമസ്തയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ എത്ര തവണ പറഞ്ഞു നിങ്ങളുടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് വരട്ടെ ശരത്തെ. അതുവരെ ഇന്ന് ശശി തരൂർ പറഞ്ഞെന്താ, വ്യക്തിപരമായ ക്ഷണമാണെങ്കിൽ പോകാം. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ ദേവസ്വങ്ങൾ എന്തുകൊണ്ടാണ് CPM ഭരിക്കുന്നത്? ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? നല്ല താരതമ്യം. ഘടകകക്ഷിയിൽ നിന്ന് എന്തിനാ ദേവസ്വം ഉത്തരവുണ്ടോ? താരതമ്യം തന്നെയാണ്, എന്താ സംശയം? അല്ല, പക്ഷേ ഇത് ഏതെങ്കിലും ഒരു അമ്പലമല്ല. ഈ അമ്പലത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഇത് ഏതെങ്കിലും ഒരു അമ്പലമല്ല. ഇത് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ നിലപാടെന്ന് പറയുമ്പോൾ പ്രത്യേകതയ്ക്ക് പോകണ്ടല്ലോ നമ്മള്. ഈ രാമക്ഷേത്രത്തിന്റെ പ്രത്യേകതയ്ക്ക് പോകേണ്ട കാര്യമില്ലല്ലോ നമ്മള്. അതിനൊരു ചരിത്രവും കഥയൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയാണോ ചോദിക്കും? അല്ല, ഞാൻ അതിനൊരു ശ്രീലാലൊന്ന് ഇടപെട്ട് വിയോജിച്ചതാണ്. പറഞ്ഞത് പൂർത്തിയാക്കൂ സർ, പറഞ്ഞത് പൂർത്തിയാക്കൂ. ശ്രീകുമാർ, അത് കുഴപ്പമില്ല. ശ്രീലാല് നല്ല കാര്യമാണ്. ഇരട്ടത്താപ്പാണ്. ശക്തമായി വിയോജിക്കുന്നു. അല്ലൊരു കാര്യമുണ്ട്, ഞാൻ പറയാം. അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം എന്തുകൊണ്ടാണെന്നുള്ളത്. അതായത് ഞാൻ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറയാം ശരത്ത്. അതായത് രാമക്ഷേത്രത്തിന്റെ ആ പൂജാ ചടങ്ങില് കോൺഗ്രസിനെ വ്യക്തിപരമായിട്ട് 3, 4, 5, 6 പേരെ ക്ഷണിച്ചാൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുത്താൽ ഒരു തെറ്റുമില്ല. അത് മാത്രമല്ല, അതിനുശേഷം എനിക്ക് തോന്നുന്നത്, എന്റെ നിരീക്ഷണം,
കോൺഗ്രസിന്റെ സംഘം തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൽ പോവുകയും അത് രാഷ്ട്രീയമായി മാറ്റിയതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നു. കാരണം അല്ലെങ്കിൽ BJP ഇതൊരു ആയുധമാക്കും. BJPയുടെ ഈ ഒരു ആയുധത്തിന്റെ മൂർച്ച കുറയ്ക്കണമെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഹൈന്ദവ വികാരത്തിന്റെ പേരിൽ പോയി എന്ന് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ ന്യൂനപക്ഷ സമുദായങ്ങളിലെ ഒരംഗം പോലും അതിനെ അനുകൂലിക്കില്ല. കാരണം എന്താ അറിയാമോ, BJP തോൽപ്പിക്കാൻ കോൺഗ്രസ് എടുക്കുന്ന ചില സമീപനങ്ങളെ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അംഗീകരിക്കും. അതില് CPM എന്തെങ്കിലും ദുരുദ്ദേശം കാണുന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി. ഇതിനകത്ത് ഈ ചിത്രത്തിൽ ഇല്ലാത്ത ഒരു പാർട്ടിയെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ വരാം. ഇതിൽ CPM പ്രതിനിധി പങ്കെടുക്കുന്നില്ല. രണ്ട് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് സോണിയാഗാന്ധിയുടെ ഒരു താല്പര്യവും സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ അവരുടെ പ്രതികരണത്തിൽ നിന്നാണ് ഈ പൊല്ലാപ്പെല്ലാം കോൺഗ്രസ് ഇപ്പോൾ ക്ഷണിച്ചു വരുത്തിയത്. ശ്രീലാൽ, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച വാദങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സിന് ഗുണകരമാക്കി മാറ്റാൻ കഴിയുമോ? സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJPയെ അതേ മട്ടിൽ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ച് ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദു പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഹിന്ദു വോട്ടർമാരെ പരമാവധി ആ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടതൊക്കെ ചെയ്തു. പക്ഷേ മുമ്പ് ലാല് പറഞ്ഞ പോലെ ഉപ്പുള്ളപ്പോൾ പിന്നെ ഉപ്പിലിട്ടത് വേണ്ടല്ലോ എന്ന മട്ടിൽ ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിൽ നമ്മൾ വരെ കണ്ടു. ഇപ്പോഴും ആ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീകുമാർ ഈ വിഷയത്തെ സമീപിക്കുന്നത്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളിലേക്ക് വരുമ്പോൾ UDFൻ്റെ ഇപ്പോൾ 2019 ശ്രീലാലിനറിയാമല്ലോ, രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവും അത് മതന്യൂനപക്ഷങ്ങളിലുണ്ടാക്കിയ വോട്ടിൻ്റെ ഏകീകരണവും മുസ്ലിം വോട്ടുകളടക്കം ഉണ്ടാക്കിയുള്ള ശക്തമായ ഏകീകരണവും വലിയ നേട്ടം UDFനുണ്ടായി. അങ്ങനെയൊക്കെയുള്ള ഒരു പൊതു സാഹചര്യം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഈ രീതി, ഈ ശൈലി മുൻ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. ശരി, അതാണ്. അതായത് 2014 കോൺഗ്രസ്സിന് വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ കോൺഗ്രസ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഈ പരാജയം ഉണ്ടായെന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ കമ്മിറ്റിയുടെ ശുപാർശകളിലൊന്ന് കോൺഗ്രസ് ഹിന്ദുത്വ സമീപനം കുറച്ചുകൂടി ശക്തിയായി എടുത്തിരുന്നുവെങ്കിൽ BJPയുടെ ഈ വലിയ ഹിന്ദുത്വം ഉപയോഗിച്ചുള്ള കാർഡ് ഉപയോഗിച്ചുള്ള ഈ കളിയെ ചെറുക്കാമെന്നായിരുന്നു 2014 കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയം പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന റിപ്പോർട്ട്. അതിനുശേഷം 2019 അത് ആവർത്തിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇത് ആവർത്തിക്കാൻ ശ്രമിച്ചു, പരസ്യമായി. അതായത് ഓരോ ഘട്ടം കഴിയുമ്പോഴും കോൺഗ്രസ് അത് ശക്തമായി പരസ്യമായി തന്നെ ഇതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണമോ അല്ലെങ്കിൽ ശ്രീരാമനോ കുറിച്ചോ പറയുന്നത് ഒരു കുഴപ്പമല്ല, തെരഞ്ഞെടുപ്പ് റാലിയിൽ കൊണ്ടുവരുന്ന ആ ഒരു വിഷയം കൊണ്ടുവരുന്നത് തെറ്റല്ല എന്ന് കോൺഗ്രസിൻ്റെ പ്രചാരണങ്ങൾ തെളിയിക്കുന്നു. കോൺഗ്രസ് ആ രീതിയിൽ വിശ്വസിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കാൻ സാധിക്കുമെന്നാണ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. സോണിയാഗാന്ധിക്കാണ് ഈ ഇൻവിറ്റേഷൻ കിട്ടുന്നത്. അതുപോലെ ശ്രീമാർ സാർ പറഞ്ഞ പോലെ 3-4 കോൺഗ്രസ് നേതാക്കൾക്കും കിട്ടുന്നു. ഇവരവിടെ പോയാലും എന്താകും ഇവർ റോൾ എന്നൊരു കാര്യം ഇവരെന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതിൻ്റെ ശിലാന്യാസ സമയത്ത് കണ്ടതാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ പൂജകൾക്കും മറ്റും നമ്മൾ കണ്ടതാണ്. അതൊരു മോദി ഷോ മാത്രമായിരിക്കുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഇത് BJP അവരുടെ തിരഞ്ഞെടുപ്പ് അടുത്ത 3 മാസത്തേക്കുള്ള അവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് ഈ മുന്നോട്ട് വയ്ക്കുന്നത്, ഈ ഉദ്ഘാടനം എന്ന് പറയുന്നത്. അത് തന്നെ അവരുടെ വലിയൊരു ഷോ ആയിരിക്കും. സോണിയാഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ആര് പോയാലും അവർക്ക് ഗാലറിയിൽ സീറ്റ് കിട്ടുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതൊന്നും കോൺഗ്രസ് കാണുന്നില്ലെന്നാണോ? ഇതൊന്നും കാണാതെയാണോ കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ പറ്റാത്തതെന്നാണോ? കോൺഗ്രസിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ആശയ വിരുദ്ധതയുണ്ട്. രണ്ട് ചേരിയുണ്ട് കോൺഗ്രസിനുള്ളിൽ. ഒരു ചേരിക്ക് ഇപ്പോഴും ഈ പറയുന്ന പോലെ അത്തരം രാമക്ഷേത്രം ഒരു സാധാരണ ക്ഷേത്രമല്ല. ഇപ്പോൾ സോമനാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്ഷരധാം ക്ഷേത്രത്തിൻ്റെ ഒരു പുതിയ അക്ഷരധാം ക്ഷേത്രം തുടങ്ങുന്നു, അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ക്ഷണിക്കുന്നത്. ആരും പറഞ്ഞിട്ടില്ല പോകരുതെന്നോ, ആരും പോകരുതെന്ന് പറയത്തുമില്ല. കാണുന്ന പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ക്ഷേത്ര ദർശനങ്ങളൊന്നും തെറ്റാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ശ്രീമാർ സാർ അവസാനം പറഞ്ഞതുപോലെ ഈ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഒരു കോൺഗ്രസ് ഡെലിഗേഷൻ അവിടെ പോകുന്നു, ആർക്കും തെറ്റ് പറയാൻ സാധിക്കില്ല, ആരും തെറ്റ് പറയത്തുമില്ല. കാരണം അത് BJPയുടെ ആയുധമാക്കി വിട്ടുകൊടുക്കരുതെന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. മതേതരത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ആവശ്യം. അത് ന്യൂനപക്ഷങ്ങൾക്ക് പോലും BJP ഇത് ആയുധമാക്കുന്നതിനെതിരെ കോൺഗ്രസ് നിലപാടെടുക്കണമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം ഉദ്ഘാടനം എന്ന് പറയുന്ന ഈ സമയത്ത് കോൺഗ്രസ് പോയി നിൽക്കണോ? ഒന്ന്, കോൺഗ്രസ് പോയാൽ തന്നെ അവിടെ ഒരു റോളും ഉണ്ടാകില്ല എന്നുള്ളത്. രണ്ട്, പിന്നെ ഇത് ഏതെങ്കിലും ഒരു ക്ഷേത്രമല്ല. ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നു. എങ്ങനെ രാമക്ഷേത്ര നിർമ്മാണം ഉണ്ടായി? സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നിരുന്ന വിഷയം എന്തായിരുന്നു? സുപ്രീം കോടതിയുടെ മുന്നിൽ വരുന്നത് അയോധ്യയിലാണോ രാമൻ ജനിച്ചത് എന്ന് സംബന്ധിച്ചുള്ള വിഷയമായിരുന്നു. അവിടെ എക്സ്കവേഷൻ നടത്തി ആർക്കിയോളജി സർവേ കൊണ്ട് പരിശോധിപ്പിച്ച് എല്ലാം തീരുമാനമെടുക്കാൻ വേണ്ടി സുപ്രീം കോടതി മുന്നിൽ വന്ന വിഷയമായിരുന്നു. പക്ഷേ സുപ്രീം കോടതി വിധി എന്തായിരുന്നു? അവിടെ രാമക്ഷേത്രം പണിയണം എന്നുള്ളതായിരുന്നു. തൊട്ടപ്പുറത്ത് ഈ പറയുന്ന പള്ളി പണിയാൻ വേറെ സ്ഥലം കൊടുക്കണമെന്നതായിരുന്നു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ക്ഷേത്രം, അതുപോലെ തന്നെ ഇത്രയും വലിയ പ്രതിസന്ധികൾ രാജ്യത്ത് സൃഷ്ടിച്ച ഒരു ക്ഷേത്രം, അതിൻ്റെ ഉദ്ഘാടനത്തിന് പോവുക, അതൊരു പ്രതീകമാണ്.
അതൊരു പ്രതീകാത്മകമായൊരു യാത്രയാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണത്. അവിടെ അല്ലാതെ ഈ ക്ഷേത്രത്തിൽ പോകരുതെന്ന് ഒരു ആളും പറയുന്നില്ല. രാമക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ആർക്കും പോകാം. പക്ഷേ ഈ ഉദ്ഘാടനം എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ ആയുധത്തിൻ്റെ ഭാഗമാകണമോ എന്നുള്ളതാണ്. അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞു അവിടെ പോകുന്നത് കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് പോലും വിരോധമുണ്ടാകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് വരുന്നില്ല? പോകാം അല്ലെങ്കിൽ പോകണ്ട എന്ന് തീരുമാനത്തിലേക്ക് വരുന്നില്ല. ഈ ഒളിച്ചുകളിയാണല്ലോ പ്രശ്നം. എന്തിനിത് ചെയ്തു എന്നുള്ള ചോദ്യമാണല്ലോ. എന്തിനിത് ചെയ്യുന്നു? റൈറ്റ്. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇവിടെ ഒരു കാര്യം, ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞതുപോലെ നേരത്തെ ശ്രീകുമാർ സംസാരിച്ചൊക്കെ താങ്കൾ കേട്ടിട്ടുണ്ട്. അതായത് BJP ഈ അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയെ കാണുന്നത് മാസങ്ങൾക്കപ്പുറം വരാൻ പോകുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തോതിൽ അവർക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വിഷയമായിട്ടാണ്. തർക്കമൊന്നുമില്ലാത്ത യാഥാർത്ഥ്യമാണ് അത്. ആ നിലയിലേക്ക് തന്നെ അതിൻ്റെ എല്ലാ തരത്തിലും അതിൻ്റെ സംഘാടനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടേക്കാണ് കോൺഗ്രസ് പോകാൻ പോകുന്നത്. എന്നിട്ട് കോൺഗ്രസ് വിചാരിക്കുന്നത് എന്താണ്? അങ്ങനെ BJPക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഹിന്ദു വോട്ടർമാരെല്ലാം തങ്ങളവിടെ ചെല്ലുന്നത് കണ്ടാൽ തങ്ങളുടെ കൂടെ പോരും, അല്ലെങ്കിൽ തങ്ങൾക്ക് അതിൽ നിന്ന് കുറേ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ഈ സന്ദർശനം അല്ലെങ്കിൽ ഈ ഉദ്ഘാടനത്തിൽ സഹകരിച്ചാൽ ആ സഹകരണത്തിൻ്റെ യുക്തി അതായിട്ടാണ് ഒരു ഭാഗത്ത് പറയുന്നത്. അതേ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ഒരു അലോഹ്യവും കോൺഗ്രസിനോട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല എന്ന നിലയിൽ അങ്ങനെയും ഒരു തിയറി മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ അതിവൈകാരികമായ വിഷയത്തെ സുപ്രഭാതം സമീപിക്കുകയാണ്, സമസ്ത സമീപിക്കുകയാണ്, ലീഗിൻ്റെ പ്രതികരണങ്ങളിലൊക്കെ നമുക്കത് കാണാം. പക്ഷേ മതന്യൂനപക്ഷങ്ങൾക്കൊന്നും ഇത് ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ കോൺഗ്രസിനോട് ഒരു അലോഹ്യവും വിശേഷിച്ച് കേരളത്തിലുണ്ടാകില്ല. ഇത് രണ്ടും ഒരേപോലെ ചേർത്ത് വെച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒത്തുപോകുമോ? അവിടെ ശ്രീകുമാറിയേട്ടൻ പറഞ്ഞതിനകത്ത് ഒരു അപകടകരമായ രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാനത് 1 by 1 പറയാം. അദ്ദേഹം പറഞ്ഞത് മതന്യൂനപക്ഷത്തിന് ഒരു കാരണവശാലും കോൺഗ്രസ് ഈ സോഫ്റ്റ് ഹിന്ദു കാർഡ് കളിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇതാണ് പറഞ്ഞു വെച്ച ആശയം. അത് പറയാനുള്ള ഊർജ്ജം എഴുതുന്നറിയോ? ബേസിക്കലി മതന്യൂനപക്ഷത്തിന് മറ്റൊരു ചോയ്സ് ഇല്ല ഈ രാജ്യത്ത് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. ഇതാണ് സത്യം. ഞാൻ പറയുന്നത് 100% സത്യമാണ്. അതിനകത്ത് എനിക്ക് ഒരു കടുക് മണിയുടെ സംശയമില്ല. UP-യിലേക്കോ ബീഹാറിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ എന്നുവെച്ചാൽ കോൺഗ്രസ് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടുത്തെ മതന്യൂനപക്ഷം ആർക്കോട്ട് ചെയ്യും? അത് കോൺഗ്രസ് അവരുടെ ഒരു ഡിഫോൾട്ട് ചോയ്സ് ആണ്. അതുകൊണ്ട് അവരുടെ ഒരു കൺസേൺ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ നരസിംഹറാവു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പം ഈ പൊളിച്ചു കളഞ്ഞ ബാബറി മസ്ജിദിന്റെ നമ്മുടെ ചരിത്രം അറിയാലോ, പൊളിച്ചു കളയാൻ എല്ലാ അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുത്ത് അത് പൊളിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയം അദ്വാനി ഉൾപ്പെടെയുള്ള ആൾക്കാർ രഥയാത്ര നടത്തി അതിന്റെ കൾമിനേഷനിൽ ഇത് പൊളിച്ചു കളയുമ്പം അത് കഴിഞ്ഞ് എന്ത് ചോയ്സ് ഈ പറയുന്ന മതന്യൂനപക്ഷത്തിന് ഈ രാജ്യത്തുണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് യഥാർത്ഥത്തിൽ ശ്രീമാറിയേട്ടൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. മതന്യൂനപക്ഷത്തിന് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് കോൺഗ്രസിന് അറിയാം. അതവിടെ നിൽക്കട്ടെ. അപ്പോഴും അങ്ങനെ ഒരു ചോയ്സ് ഇല്ല എന്ന് കോൺഗ്രസിന്റെ ഒരു വക്താവ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വക്താവിനെ പോലെ തന്നെയാണ് എപ്പോഴും ശ്രീകുമാറിയേട്ടൻ സംസാരിക്കുക. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് കേരളത്തിൽ അങ്ങനെ ഒരു വ്യക്തമായ നിലപാട് എടുത്തുകൂടാ? നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ ശിലാന്യാസത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഇനാഗുറേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ സെറിമണിക്ക് നമ്മൾ പോകും എന്ന് വ്യക്തമായി പറയാത്തത് എന്താ കാര്യം? മതന്യൂനപക്ഷത്തിന് ഇവരെക്കാട്ടിലും നല്ല ചോയ്സ് CPM ഉണ്ട് എന്ന് ഇവിടുത്തെ മതന്യൂനപക്ഷത്തിന് അറിയാം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഈ കേരളത്തെ സംബന്ധിച്ചോ, കേരളത്തിൽ ഈ കളിക്കാത്തതിന്റെ കാര്യം ഇതാ. കേരളത്തിൽ മതന്യൂനപക്ഷത്തിനെ സംബന്ധിച്ചോ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു ചോയ്സ് ഉണ്ട്. അത് കോൺഗ്രസ് മാത്രമല്ല. അപ്പൊ ഇവരുടെ അണ്ണാക്കിൽ ഇവർ വായും വിരലും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അണ്ണാക്കിൽ പിണ്ണാക്കാൻ നമ്മൾ പറയും, മിണ്ടത്തില്ല. ഞാൻ പറയുന്നു ഇത് ഇച്ചിരൂടെ കുത്തി ചോദിച്ചാലും ഇവരൊന്നും മിണ്ടത്തില്ല. കാര്യം ഈ പറയുന്ന പോലെ മിണ്ടാതിരുന്നാൽ മാത്രമേ മതന്യൂനപക്ഷത്തിന്റെ അടുക്കൽ ഒരു ആംബിഗ്വിറ്റി ഉണ്ടാക്കൂ. നിങ്ങൾ വ്യക്തമായി പറയും, നിങ്ങൾ ഈ പറഞ്ഞതാണ് രാഷ്ട്രീയമെങ്കിൽ നാളെ KPCC പ്രസിഡന്റ് അത് പറയട്ടെ, വേണുഗോപാൽ അത് പറയട്ടെ. പറയത്തില്ല. കാര്യം കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതന്യൂനപക്ഷത്തിന് കൃത്യമായ ഒരു ചോയ്സ് ഉണ്ട്. കാര്യം ഇവരെക്കാട്ടിലും സെക്യുലറായി, ഇവരെക്കാട്ടിലും വൃത്തിയായി പാർലമെന്റിൽ BJPയെ എതിർക്കാൻ ഒരു ചോയ്സ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ പുറകെ ആൾക്കാർ പോയതുകൊണ്ടാണ്. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ പുറകെ പോയിട്ട് ഇവിടുന്ന് പോയ കോൺഗ്രസ്സുകാർ എന്താ ചെയ്തതെന്ന് ഇവിടുത്തെ ഒരു ധാരണയുണ്ട് ആൾക്കാർക്ക്. അപ്പൊ ശ്രീകുമാറിയേട്ടൻ പറയുന്ന രാഷ്ട്രീയത്തിന്റെ പ്രശ്നം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, ഇപ്പൊ രാജസ്ഥാനിൽ താമസിക്കുന്ന
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താ ചോയ്സ്? അവന് കോൺഗ്രസിന് വോട്ട് ചെയ്യേ പറ്റൂ. രാമന്റെ വേഷത്തിൽ അവനോട് പോയി വോട്ട് ചോദിച്ചാലും അവന് കോൺഗ്രസിനെ വോട്ട് ചെയ്യാൻ പറ്റൂ. കാര്യം there is another ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ. ആ ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ ആണ് BJP. അവനെ ഒഴിവാക്കാൻ ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കും. അപ്പൊ ഞങ്ങൾ ഈ കാർഡ് കളിച്ചാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സെക്യുലർ ക്രിഡൻഷ്യൽസ് കോംപ്രമൈസ് ചെയ്താൽ പോലും മതന്യൂനപക്ഷത്തിന് ഒരു ചോയ്സും ഇല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ. അതുകൊണ്ടാണ് മധ്യപ്രദേശിൽ ഇവർ ഈ ഹിന്ദുത്വ കാർഡ് കളിക്കുന്നത്. അതുകൊണ്ടാണ് രാജസ്ഥാനിൽ ഈ കാർഡ് കളിക്കുന്നത്. അപ്പം ശ്രീമാരായിട്ട് പറയുന്നത് എന്താ? അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കും, ഞങ്ങൾക്ക് അവർക്ക് ഞങ്ങളെ മനസ്സിലായിട്ടുണ്ട്. അവർക്ക് നിങ്ങളെ മനസ്സിലായതല്ല, നിങ്ങൾക്ക് അവരെ മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് അവരെ മനസ്സിലായിട്ടുണ്ട്, അവർക്കൊരു ചോയ്സ് ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ ആ പണി നടക്കില്ല. കേരളത്തിൽ ആ പണി നടക്കില്ല എന്ന് വ്യക്തമായി ഇവിടെ CPM ഉണ്ട്, ഇവിടെ CPI ഉണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടികളുണ്ട്, ഈവൻ ലീഗ് പോലും യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരാ. കോൺഗ്രസിന്റെ കളി ലീഗിന്റെ അടുത്ത് നടക്കത്തില്ല. നടക്കുവോ? അപ്പൊ അതാണ് യാഥാർത്ഥ്യം. ഇവർ കളിക്കുന്ന ഓപ്പർച്യൂണിസം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിസം മാത്രമല്ല, ഒരു അല്പം മര്യാദയൊക്കെ ആകാം. നിങ്ങൾ പറ, നിങ്ങൾ ഡിക്ലെയർ ചെയ്യും ഈ സാധനം. നിങ്ങൾ ഈ പറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിൽ മതന്യൂനപക്ഷം നിൽക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ കളി കളിക്കുന്നതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുമെന്ന് നിങ്ങൾക്ക് പറയാമോ? ധൈര്യമുണ്ടോ? KPCC പ്രസിഡന്റ് ചങ്കുറപ്പുണ്ടോ അങ്ങനെ ഒരു കാര്യം പറയാൻ? പറയത്തില്ല. അപ്പൊ ഈ ഉരുണ്ട് കളിക്കത്തേ ഉള്ളൂ. ഇതാണ് അടിസ്ഥാനം. ഞാൻ പറഞ്ഞത് പച്ചയായ സത്യമാണ്. ഈ പച്ചയായ സത്യം ഈ രൂപത്തിൽ പറയുന്നവർ വളരെ കുറവായിരിക്കും. ഞാൻ എന്തായാലും പറയും. കാര്യം എനിക്കറിയാം എന്താ നടക്കുന്നതെന്നും ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം. ഇപ്പൊ CPM നിങ്ങൾക്ക് അടുത്ത് പറയാൻ പറ്റുക, CPM മുസ്ലിം വോട്ടേഴ്സിനെ കോൺഫിഡൻസിൽ എടുക്കാൻ. നമുക്ക് ഒരു കാര്യം ചെയ്യാം. അത്രയും പാർട്ടിൽ N. ശ്രീകുമാർ പറയുന്നൊന്ന് കേട്ടിട്ട് വരുന്ന നന്നായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ചിരി വരുന്നുണ്ട്. ആയിക്കോട്ടെ. കാരണം N. ശ്രീകുമാർ കേട്ടല്ലോ, ചിരിക്കാനേ മാർഗമുള്ളൂ, വേറെ മാർഗമില്ല. അന്തം വിട്ട ചിരിയാണല്ലേ? അതെ. നമ്മുടെ ലാൽകുമാർ CPMന്റെ കേരളത്തില്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേരളത്തിലെ CPMന്റെ നേതാക്കൾ പോലും കാണാത്ത കാര്യങ്ങളാണ് ശ്രീ ലാൽകുമാർ കാണുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂവണിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ശ്രീ ശരത്തെ, ഈ ഭൂരിപക്ഷ വികാരത്തെ കാണാതിരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ഞാൻ ഒരു ചെറിയ ഉദാഹരണമൊക്കെ പറയാം. അതായത് കാഞ്ചി ശങ്കരാചാര്യര് ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയാണ്. അന്ന് അദ്ദേഹം ശങ്കരാചാര്യ പീഠത്തിൽ ഇരുന്നപ്പോൾ ആന്റണി നിരത്തിരുന്നു. പക്ഷെ അന്ന് CPM കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് ആന്റണി ആക്ഷേപിച്ചു. ചെയ്യാൻ പാടില്ലായിരുന്നു, മുഖ്യമന്ത്രിയാണ് പഴുതെന്നൊക്കെ പറഞ്ഞു. ഇതേ സ്വാമിയോ വേറൊരു സ്വാമിയോ ആലപ്പുഴ ചെന്നു. അപ്പൊ അന്ന് G. സുധാകരനും തോമസ് ഐസക്കും മന്ത്രിമാരായിരുന്നു. അവരൊരു തളികയിലെ ഫലങ്ങളും പുഷ്പങ്ങളും ഒക്കെ കൊണ്ട് ഇദ്ദേഹത്തെ സ്വീകരിച്ചു. പക്ഷെ അന്ന് ആരും പറഞ്ഞില്ല. കാരണം ഇത് ഭൂരിപക്ഷ വികാരത്തെ എല്ലാവരും മാനിക്കും, നമ്മൾ മാനിക്കും, കോൺഗ്രസ് മാനിക്കും. പിന്നെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണോ അതിൽ ഏതെങ്കിലും ഒരു സമയത്താണോ കോൺഗ്രസ് പോകുന്നതെന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ലാല് നേരത്തെ പറഞ്ഞപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തിലെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ശ്രീലാല് അവിടുത്തെ ക്ഷണിക്കപ്പെട്ട സദസ്സിലേക്ക് ചെല്ലുമ്പോഴൊക്കെ ഉള്ള കാര്യം പറഞ്ഞു. അവിടെ എപ്പോഴാ ചെല്ലേണ്ടതെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല, ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ എത്രയോ തവണ ആവർത്തിച്ചതാണ്. സമ്മതിക്കുകയും അത് അനുകൂലിക്കുകയും ചെയ്യാം. പക്ഷേ ഈ പ്രതിഷ്ഠാ ചടങ്ങിന് പോയാൽ ഒരു ഗാലറിയിലെ ഒരു കസേരയ്ക്കപ്പുറം ഒരു കാഴ്ചക്കാരുടെ റോളിനപ്പുറം ഒന്നും ഉണ്ടാകാതിരിക്കുകയും അതൊരു മോദി ഷോ ആവുകയും അത് തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുമ്പോൾ ആ കാഴ്ചക്കാരന് എന്ത് നേട്ടം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിനുശേഷം നിങ്ങൾ പോയി അവിടെ പോയി ഒരു ഡെലിഗേഷൻ പോകുന്നത് ആ രീതിയിൽ വേർതിരിച്ചാണ് പറഞ്ഞത്. അല്ല, ഞാനത് തന്നെ പറഞ്ഞത്. ഈ കേട്ടതിന്റെ എന്തെങ്കിലും തെറ്റിദ്ധാരണയാണെങ്കിൽ തിരുത്തുക. അതായത് ഞാൻ പറഞ്ഞ ശ്രീലാല് പറഞ്ഞ രണ്ടാമത്തെ കാര്യവും ആദ്യത്തെ കാര്യവും ഞാൻ പറയാൻ കാരണം, മോദി ഷോയ്ക്ക് കോൺഗ്രസ് നിന്നു കൊടുക്കുന്ന ഒരു ധാരണ ഉണ്ടോ? ആദ്യം അത്രയൊന്നും നേതൃദാരിദ്ര്യം ഉണ്ടോ കോൺഗ്രസിന്? മോദി ഷോയ്ക്ക് കോൺഗ്രസ് നിന്നു കൊടുക്കുമോ? സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ അല്ല നിന്ന് കൊടുക്കുവോ? നിങ്ങൾ പറ. അവിടെ പോയാൽ അവിടെ പോയാൽ എന്താ സംഭവിക്കാൻ പോകുന്നു? അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് റോളാണ് ഉണ്ടാവുക? ഞാൻ പറയട്ടെ, ഒരു ചോദ്യം വന്നു താങ്കളോട്. അല്ല ഞാൻ പറയട്ടെ, അതായത് ചോദ്യം വന്നു. അല്ല ഞാൻ പറയട്ടെ, കേട്ടു ഞാൻ ചോദ്യം കേട്ടു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാമജന്മക്ഷേത്രത്തിലെ ഏത് സമയത്ത് പോകണമെന്നോ എപ്പോൾ പോകണമെന്നോ തീരുമാനിച്ചിട്ടില്ല. ഇതൊക്കെ തീരുമാനിക്കാറുള്ളൂ. മോദി പരിഹസിക്കുമെന്നും BJP കളിയാക്കുമെന്നും അറിയാം. അല്ല, ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കും. കാരണം ഭൂരിപക്ഷ വികാരത്തെ മാനിക്കണം. എന്താ സംശയം? ക്ഷണം സ്വീകരിച്ചു, പോണായിരുന്നു തീരുമാനം എടുത്തിട്ടില്ല.
അതെന്ത് അല്ല പറഞ്ഞ അതെ ഭൂരിപക്ഷ വികാരത്തെ ഞാൻ ചോദിക്കട്ടെ, ഈ സ്വാമിമാരെ സ്വീകരിച്ച CPM മന്ത്രിമാര് ആ സ്വാമിമാരെ അംഗീകരിക്കലാണോ? അല്ല, അത് ഭൂരിപക്ഷ വികാരത്തെ നമ്മൾ മാനിക്കലാണ് ശരത്തെ. ഭൂരിപക്ഷ വികാരത്തെ സോണിയാഗാന്ധി മാനിച്ചു. ഒരു രാമജന്മ ക്ഷേത്ര ഭൂമിയുടെ ക്ഷേത്രത്തിന്റെ ഒരു അധികാരി. അല്ല, വ്യത്യാസം അവിടെ ഒരു വ്യത്യാസമില്ലേ? അവിടെ ഒരു വ്യത്യാസമില്ലേ? ക്ഷണം വന്നപ്പോൾ തന്നെ മറ്റു പാർട്ടികൾ ആ ക്ഷണം നിരസിച്ചു. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ക്ഷണം മേടിച്ചു വെച്ചിട്ടാണോ നിരസിക്കുന്നത്? മറ്റു പാർട്ടികൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാണ്, പ്രാദേശിക തലങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന പാർട്ടികളാണ്. ആ ശക്തി പോലും ഇന്ന് കോൺഗ്രസിനില്ല. നിങ്ങളുടെ കാര്യം എന്റെ ശരത്തെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ BJPയുടെ ശക്തിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ. അത് ഉത്തരേന്ത്യൻ പാർട്ടിയാണെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയാത്തത്? ഉത്തരേന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ, പക്ഷെ നമ്മൾ പറയുന്നില്ല. എന്താ കാരണം? ദക്ഷിണേന്ത്യയിൽ അവർക്ക് വേരുകളുണ്ട്. അതുപോലെ കോൺഗ്രസ് ദക്ഷിണേന്ത്യൻ പാർട്ടി നിങ്ങൾ പറയുമ്പോൾ ഉത്തരേന്ത്യയിൽ വേരുകളുണ്ട്. അവിടെയുള്ള ഭൂരിപക്ഷ വികാരത്തെ മാനിച്ചുകൊണ്ട് തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞത് ഇപ്പോ ദക്ഷിണേന്ത്യയിൽ BJPക്ക് വോട്ടില്ല എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന വോട്ടില്ല, തോൽക്കുന്ന കുറെ വോട്ടുകളുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യം? എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാലേ ഇന്നത്തെ സാഹചര്യത്തിൽ BJPക്കെതിരായ ഒരു മൂവ്മെന്റ് സാധ്യമാകൂ. ആ മൂവ്മെന്റിൽ തന്നെ ഒരു വ്യത്യസ്ത നിലപാടുകൾക്കല്ലേ കോൺഗ്രസിന്റെ ഈ സമീപനം ഇടവരുത്തിയിരിക്കുന്നു. തീർച്ചയായും. അതായത് താങ്കളല്ലേ ഉള്ളൂ ഉത്തരം പറയും. കഴിഞ്ഞ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശത്തും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള വോട്ട് ശതമാനത്തെക്കുറിച്ച് ശ്രീലാൽ ഉൾപ്പെടെയുള്ളവർ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ വോട്ട് ശതമാനം കൂടുകയാണോ കുറയുകയാണോ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്നുള്ളത് നമുക്ക് കാണാം. പക്ഷെ അതിനു മുമ്പ് BJPയുടെ ഒരു ആയുധത്തിന്റെ മൂർച്ച കുറയ്ക്കാനുള്ള ഒരു നടപടി, ഒരു നയം കോൺഗ്രസ് എടുക്കാൻ കാത്തിരുന്നാൽ നിങ്ങൾ ക്ഷമിക്കൂ. അപ്പോഴേക്കും എടുത്തു ചാടരുത്. എടുത്തുചാട്ടം ഇളിഭ്യരാക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീകുമാർ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ വായിച്ചെടുക്കുന്നത് കോൺഗ്രസ് പോകില്ല അല്ലെങ്കിൽ പോകരുത് എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ വായിച്ചെടുക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണോ? പ്രതികൾ പോകണമെന്ന് തന്നെയാണ്. കോൺഗ്രസിന്റെ പ്രതികൾ പോകണം എന്ന് തന്നെയാണ് എന്റെ ഒരു നിരീക്ഷണം. കാരണം എന്താ വെച്ചാൽ ഇതൊരു രാഷ്ട്രീയമാണ്. കോൺഗ്രസിന്റെ പ്രതികൾ അവിടെ പോകണം എന്ന് തന്നെയാണ് ഞാൻ നേട്ടം എന്താണ്, ഗുണം എന്താണ്? അത് തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ന്യൂനപക്ഷ വികാരങ്ങളെ അംഗീകരിക്കുന്ന ഒരു മതേതര ചിന്തയാണ് ഉള്ളത്. അത് BJPക്ക് മാത്രമായിട്ട് എന്തിനാ ഹിന്ദു വിശ്വാസികളെ വിട്ടുകൊടുക്കണം? നിങ്ങൾ മനസ്സിലാക്കൂ. അതാണ് ന്യൂനപക്ഷം ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത്. ന്യൂനപക്ഷം പഴയ പോലെ അല്ല. അവർ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഓപ്ഷൻ ഇല്ല. ഇവിടെ ഈ ഭരണം കൂടി വന്നുകൊണ്ട് അവർക്ക് ഓപ്ഷൻ ഇല്ല. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇപ്പൊ ശ്രീകുമാർ പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന് പോലും മനസ്സിലാവുന്നില്ല, മുസ്ലിം ലീഗ് അത് അംഗീകരിക്കുന്നില്ല. യെച്ചൂരിയുടെ പ്രസ്താവന BJP രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു ഈ വിഷയത്തെ. യെച്ചൂരി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലുള്ള വിഷയത്തിൽ ആ അജണ്ടയിൽ കോൺഗ്രസ് വീഴരുത് എന്നാണ് കേരളത്തിലെ ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അജണ്ടയിൽ വീഴരുതെന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താണ്? ആ ഉദ്ഘാടനത്തിന് പോയി ഒരു പാർട്ടി ഗാലറിയിൽ ഇരുന്നാൽ എന്ത്? അങ്ങനെ പോയി ഗാലറിയിൽ ഇരുന്ന് ആ അജണ്ടയിൽ കോൺഗ്രസ് വീഴരുത് എന്നാണ് കേരളത്തിൽ ലീഗ് പറയുന്നത്. അല്ല, ഒരു മിനിറ്റ്, തെറ്റിദ്ധരിപ്പിക്കരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതി പോകണ്ടെന്ന് ലീഗ് പറഞ്ഞോ? അതല്ലേ ഇതിന്റെ അർത്ഥം? BJP അജണ്ടയിൽ വീഴരുതെന്ന് വെച്ചാൽ അജണ്ടയിൽ വീഴരുത് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുണ്ട്, അതിനെ വളരെ സ്പെസിഫിക് ആക്കുന്ന ഒരു വാചകമുണ്ട്. അതായത് BJP ഈ പ്രതിഷ്ഠാ കർമ്മത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്നു. സംശയമില്ലല്ലോ, താങ്കൾക്ക് അതിനകത്ത് വിയോജിപ്പില്ലല്ലോ? ഇല്ല. അങ്ങനെ ഒരു രീതി അവർ സൃഷ്ടിക്കുമ്പോൾ ആ അജണ്ടയിൽ എന്ന് വെച്ചാൽ രാഷ്ട്രീയ ആയുധമാക്കുന്ന അജണ്ടയിൽ കോൺഗ്രസ് വീഴരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉദ്ഘാടനത്തിന് അവിടെ പോയി ഇരുന്നല്ല അതിനെ പ്രതിരോധിക്കേണ്ടത്. താങ്കൾ പറഞ്ഞത് മറുവാദമാണ്. അതല്ല ചെയ്യേണ്ടതെന്നാണ് ലീഗ് പറഞ്ഞത്. അതാണ് മുഖപ്രസംഗത്തിൽ കണ്ടത്. ഞാൻ പറഞ്ഞ വാചകങ്ങൾ അതേപോലെ. അതായത് ഈ അജണ്ടയിൽ വീഴരുത് എന്ന് പറഞ്ഞാൽ ആ അജണ്ട പൊളിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ലീഗ് അജണ്ട പറഞ്ഞതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടി, ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, അതായത് 2019 ഈ സമയത്ത് എന്തായിരുന്നു രാജ്യത്തിലെ അവസ്ഥ? രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകൾ ജയിച്ച് മോദിക്കെതിരെ റഫാൽ അഴിമതി ആരോപണം ഉന്നയിച്ച് ഈ 3 തെരഞ്ഞെടുപ്പുകളും ജയിച്ച് കോൺഗ്രസ് വലിയ തോതിൽ വലിയ ആർജവത്തോടെ നിൽക്കുന്ന സമയമാണ് 2019 ഡിസംബർ ജനുവരി മാസം. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ പുൽവാമ ആക്രമണം ഉണ്ടാകുന്നു. ആ ആക്രമണം ഫെബ്രുവരി 14 ആ ആക്രമണം കൂടി നടന്നതോടെ
ഈ പറയുന്ന 40 ജവാന്മാർ വീരമൃത്യു വരിച്ചതോടെ കോൺഗ്രസ് ഈ വിഷയം കോൺഗ്രസ് അന്ന് തീരുമാനിക്കുന്നു. ഇനിയിപ്പോൾ BJP ഇതിൽ BJP പ്രതിരോധത്തിലാകുന്നു, ഇവിടെ അവസാനിക്കുന്നു BJPയുടെ ഭരണം എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഫെബ്രുവരി 26-ന് ബാലാക്കോട്ട് ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 2 മാസം കൊണ്ട് ഏപ്രിൽ 11-നാണ് ആദ്യ ഫേസ് ഇലക്ഷൻ നടക്കുന്നത്. ആ ബാക്കിയുള്ള ദിവസം കൊണ്ട് BJP ഈ നറേഷൻ മൊത്തം മാറ്റിമറിച്ചു. അവിടെ കോൺഗ്രസിന് സ്പേസ് ഇല്ലാതെയായി. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കോൺഗ്രസിന് പോകേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു വലിയ പാഠം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു മാസം നേരത്തെ തുടങ്ങുന്നു BJP. ഒരു മാസം അവിടെ ഫെബ്രുവരി 26. ശ്രീലാൽ, ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ അയോധ്യ ക്ഷേത്രത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിന് ഇന്നുപോലും എതിർക്കാൻ കഴിയാത്ത വിധം നിൽക്കുന്ന കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ഇനി ഒരു മാസത്തിൽ താഴെ മാത്രമാണ് ഈ ഉദ്ഘാടനത്തിനുള്ളത്. ഇപ്പോഴും കോൺഗ്രസിന് ഒരു തീരുമാനമെടുക്കാനാവില്ല. എന്താണ് BJP ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകത്തോണ്ടല്ല, പക്ഷേ തീരുമാനത്തിലേക്ക് എത്താനോ അതിനെതിരെയുള്ള ഒരു നയം രൂപീകരിക്കാനോ കോൺഗ്രസിനാകുന്നില്ല എന്നുള്ള വിഷമമാണ് ഞാൻ. മല്ലികാർജുൻ ഖാർഗെയൊക്കെ വന്നിട്ടും പ്രവർത്തക സമിതി പുനഃസംഘടിപ്പിച്ചിട്ടും അതുവഴി ഇപ്പോൾ വീണ്ടും എന്താണ് ഭാരത് ജോഡോ യാത്രയുടെ അടുത്ത ഫേസ് വരാൻ പോകും. രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടെ ഈ ഭാരത് ന്യായ് യാത്ര 66 ദിവസമാണ്. അതായത് മാർച്ച് 19-ന് 20-ന് മാത്രമേ ഈ ഭാരത് ന്യായ് യാത്ര കഴിയുള്ളൂ. മാർച്ച് 19-ന് ഈ ന്യായ് യാത്ര കഴിയുമ്പോൾ ഏപ്രിൽ 11-ന് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 11-ന് ഫസ്റ്റ് ഫേസ് വോട്ടിംഗ് ആണ്. ഈ യാത്ര കഴിയുമ്പോൾ ഒരു 15-20 ദിവസം കോൺഗ്രസിന്റെ സംഘടനാ ലീഡർഷിപ്പ് മുഴുവൻ ആ യാത്രയുടെ ഫോക്കസിലേക്ക് പോകുമ്പോൾ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരത് ജോഡോ യാത്ര നടന്ന പോലിരിക്കും. സംഘടനയുടെ അറ്റൻഷൻ കുറയുന്ന സാഹചര്യം വരും. ഇതുപോലത്തെ നിലപാടുകൾ സ്വീകരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഷാർപ്പ് പൊളിറ്റിക്സ് എടുക്കാൻ കഴിയാത്ത സാഹചര്യവും വരുന്ന പ്രശ്നത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളതാണ്. ഭാവി മാസങ്ങൾ വളരെ നിർണ്ണയം. ഇപ്പോൾ എനിക്കൊന്ന് ശ്രീലാൽ 2019-നെ താരതമ്യം ചെയ്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ്സിന് വളരെ വലിയ തോതിൽ വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ നിന്ന് കളം മാറ്റേണ്ടി വന്നു. ഇവിടെ അതിലേക്കാണ് BJP വീണ്ടും കൊണ്ടുപോകുന്നത്. കോൺഗ്രസിന് അതിനൊപ്പം സഞ്ചരിച്ചൊടുവിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഇവിടെ ലാല് നേരത്തെ ശ്രീകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് ഗൗരവമായി കണ്ട. അദ്ദേഹം പറഞ്ഞൊരു ചെറിയ വാചകമാണ്, ഭൂരിപക്ഷ വികാരം മാനിച്ചേ പറ്റൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് പരസ്യമായി BJPക്കെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ പറയാൻ കേരളത്തിലടക്കം പാകപ്പെട്ട് കഴിഞ്ഞു. അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നു. കേരളത്തിനകത്ത് താങ്കൾ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് അടക്കം മുന്നണിക്കകത്ത് നിന്ന് വലിയ അതൃപ്തി രഹസ്യമാക്കി വെക്കാൻ പോലും ശ്രമിക്കാതെ പരസ്യമായി അവർ പറഞ്ഞു തുടങ്ങി. അതൊന്നും ബാധകമല്ലാത്ത വിധം, അതൊന്നും പ്രശ്നമല്ലാത്ത വിധം കോൺഗ്രസ്സിന് പറയേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ വാചകം വളരെ ചെറുതാണ്, പക്ഷേ മാരകമാണ്. അല്ല, ഇത് ഈ സ്റ്റേറ്റ്മെന്റ് ആന്റണി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ആന്റണി ആയതുകൊണ്ട് മാത്രം ഈ പൊളിറ്റിക്കൽ സ്പിയറിൽ, ഈ ലാൻഡ്സ്കേപ്പിൽ ഡിസ്കസ് ചെയ്യാതെ പോകുന്ന എത്രയോ വിഷയങ്ങളുണ്ട്. ആന്റണി ഈ ന്യൂനപക്ഷ വിരുദ്ധ കാര്യങ്ങൾ എത്രയോ പ്രാവശ്യമായിട്ട് ആന്റണി പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷ അനുകൂലമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു മയോപിക് വ്യൂ ഉള്ളത് കൊണ്ട് അവരിതൊന്നും ചർച്ചയ്ക്കെടുക്കത്തുമില്ല, രാഷ്ട്രീയമായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കത്തുമില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശ്രീമാറിയേട്ടൻ പറഞ്ഞതല്ല, ആന്റണി നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ആന്റണിക്ക് കൊടുക്കാം അതിന്റെ ക്രെഡിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആന്റണിക്ക് മേലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ കേരളത്തിൽ ഇന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നോക്കൂ, ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അതൊരു നരേന്ദ്രമോദി ഷോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാര്യം ഈ പറയുന്ന സാധാരണഗതിയിൽ ഈ ഐഡൽ അല്ലെങ്കിൽ DTA പ്ലേസ് ചെയ്യുന്നത് മിക്കവാറും ഒരു പ്രീസ്റ്റ് ആയിരിക്കും, അല്ലെ? അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മിക്കവാറും നരേന്ദ്രമോദി ആയിരിക്കും, മിക്കവാറും. കാര്യം നരേന്ദ്രമോദി രാജ്യത്തിന് രാമക്ഷേത്രം കൊടുത്തു അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് രാമക്ഷേത്രം കൊടുത്തു എന്ന നറേറ്റീവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ശ്രമം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഷോ ഓഫ് നടത്താനുള്ള അറ്റ്മോസ്ഫിയർ എല്ലാം അവിടെ ഉണ്ടാവും. അതിന് സൈഡിൽ പോയി നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എങ്കിൽ ആ സൈഡിൽ പോയി നിന്ന് ഗാലറിയിൽ ഇരുന്ന് ഈ പറയുന്നതിനെല്ലാം കൈകൊട്ടുന്നുവെങ്കിൽ അതുവഴി നിങ്ങൾക്ക് സംഘപരിവാർ രാഷ്ട്രീയത്തെ, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ, നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ നറേറ്റീവിനെ തകർത്തിടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ അതിൽ പര ഒന്നും പറയാനില്ല. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, നാളെ നിങ്ങൾ അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ഇതിന് പരിപാടിക്ക് പോകുന്നതും പോകാത്തതും തമ്മിൽ പോകുന്നതായിരിക്കും കൂടുതൽ നഷ്ടം. നിങ്ങൾ വിചാരിക്കുന്നത് പോയി കഴിഞ്ഞാൽ ഉടനെ അവിടുത്തെ ആൾക്കാരെല്ലാം, ഹിന്ദുക്കളെല്ലാം കൂടെ വിചാരിക്കാൻ പോവാണ് കോൺഗ്രസും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, കോൺഗ്രസും ഈ പറയുന്ന ഇതിനെതിരൊന്നും അല്ല എന്നുള്ളൊരു ധാരണ വരുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉപ്പോളോ ഉപ്പോ ഉപ്പിലിട്ടത് എന്ന് പറയുന്ന അവസ്ഥയാണ് ഒന്നത്. പിന്നെ ഈ പറയുന്ന ശ്രീമാറിയേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, മോഡിയുടെ ഗെയിം നിങ്ങൾ കളിക്കുമോ? നിങ്ങൾ കളിക്കും.
അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് നിങ്ങൾക്ക് മോഡിയുടെ കളി കളിക്കാൻ, നിങ്ങൾ മോഡിക്ക് വേണ്ടി കളിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. നിങ്ങൾ അതിനിപ്പോ എന്തോ പറഞ്ഞാലും കേന്ദ്രത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഒരു 30 സീറ്റെങ്കിലും കുറഞ്ഞത് കോൺഗ്രസിന് നഷ്ടപ്പെടുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ സൗത്തിലോട്ടുള്ള വരവിനുണ്ട്. കാര്യം അവരവിടെ നറേറ്റീവ് നടത്തിക്കൊണ്ടിരുന്ന മറ്റൊന്നാണ്. ആ നറേറ്റീവ് ശരിയാണോ, അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാമോ എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യമാണ്. അത് നമ്മൾ എതിർക്കേണ്ട ചോദ്യമാണ്. പക്ഷെ കുഴപ്പം, അവർ ഈ പറയുന്ന അധമ പ്രവർത്തനം നടത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തേക്ക് വരികയും ഈ സംസ്ഥാനത്ത് ഈ പറഞ്ഞ ഇപ്പം ഇന്ത്യ മുന്നണി UPA ഒന്നാം സമയത്ത് CPM അവരുടെ കൂട്ടത്തിൽ നിന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരു മുന്നണിക്കെതിരെ നിന്ന് ജയിച്ച് അദ്ദേഹം കംഫർട്ടബിളായി അവിടെ ചെന്നു. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയോ UPയോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിരുന്നെങ്കിൽ ഇത്രയും ഹാം ഉണ്ടാവുമായിരുന്നോ? അപ്പൊ ഈ പൊളിറ്റിക്കൽ നറേറ്റീവ് കോൺഗ്രസ്സുകാരല്ലാത്ത നമുക്ക് അന്ന് തന്നെ മനസ്സിലായി ഇത് മണ്ടത്തരമായി കളിക്കുന്നതെന്ന്. ഇത് മോഡിക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ എന്ന് നമുക്ക് അന്ന് നമ്മൾ പറഞ്ഞതാണ്. ആ മോഡിക്ക് പ്രയോജനപ്രദമാകുമെന്ന് ഈ ലോകത്തുള്ളവരെല്ലാം വിശ്വസിച്ച ഒരു കാര്യം കോൺഗ്രസ് ചെയ്തു എങ്കിൽ കോൺഗ്രസ് മോഡിക്ക് വേണ്ടി കളിക്കുമെന്ന് പറയുന്നതിന് എന്താ തെറ്റ്? പോട്ടെ, ഇതെല്ലാം പോട്ട്. കോൺഗ്രസിന്റെ ടിക്കറ്റ് നിൽക്കുന്നവരെല്ലാം അപ്പുറത്ത് പോവുക. അപ്പൊ കോൺഗ്രസ് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി കളിക്കും. ഞാൻ പറഞ്ഞ കോൺഗ്രസ്സുകാർ കളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെ ഈ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകൾ പറയാവുന്നേ ഉള്ളൂ. കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ സെമി കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് BJPക്കാരന് പെട്ടെന്ന് കോൺഗ്രസ്സുകാരന് പെട്ടെന്ന് BJP പോയി ചേരാനും പറ്റുന്നത്. അടിസ്ഥാനപരമായി നിങ്ങൾ പറയാൻ പോകുന്ന രാഷ്ട്രീയം, നിങ്ങൾ പറയുന്നു മതനിരപേക്ഷമായ മുന്നണി അല്ലെങ്കിൽ സെക്യുലറിസത്തെ നശിപ്പിക്കുന്നു, പ്രിയാമ്പിൾ എടുത്ത് കളയാൻ പോകുന്നു, അല്ലെങ്കിൽ അത് കളയുന്നു ഇത് കളയുന്നു എന്നൊക്കെ പറയുകയും എന്നിട്ട് അതിന് കൃത്യമായ വിപരീതമായ രാഷ്ട്രീയം BJP കളിക്കുന്ന അതേ സ്ട്രെങ്ത്തിൽ തന്നെ കളിക്കുമ്പം നിങ്ങൾ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിനകത്ത് കാര്യം. മതന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇവർക്ക് ആവശ്യമുണ്ട്. എവിടെ? കേരളം പോലുള്ള സംസ്ഥാനം അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനം. അല്ലാത്തടത്തൊന്നും ഇവർക്ക് വേണ്ട കാര്യം, അവർക്ക് അത് വോട്ട് ചെയ്യും. ഇവര് പടച്ചുണ്ടാക്കി വിട്ട ഒരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ, ഐ റിപ്പീറ്റ്, ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ ആണ് ഇന്ന് ഈ രാജ്യത്തുള്ളത്. ആ രാജ്യത്ത് അതിന് BJPയെക്കാട്ടിലൊക്കെ വലിയ റോൾ ഇവർക്കാണ്. അങ്ങനെ ആ അധമ പ്രവർത്തനത്തിന്റെ, കോൺഗ്രസിന്റെ അധമ പ്രവർത്തനത്തിന്റെ, നരസിംഹറാവുവിന്റെ അധമ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് രാജ്യം ഇന്ന് നേരിടുന്നത്. അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. ലാല് പറഞ്ഞതുപോലെ 2014 മുതൽ കണക്ക് കൂട്ടിയാൽ കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് BJPക്കെതിരെ പയറ്റിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിരന്തരം. വരാം ഒരു നിമിഷം. എന്താണ് ലാൽ, എന്താണ്? ഞാനൊരു ഇടവേളയിലേക്ക് ഞാൻ പറഞ്ഞു ഇവർ പറയുന്ന ഒരു കാര്യം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പറയും. ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പം കോൺഗ്രസ് തിരിച്ചു വരും, ഫിനിക്സ് പക്ഷിയെ പോലെ പറക്ക് തിരിഞ്ഞു വരും. ഈ ഫിനിക്സ് പക്ഷിയൊക്കെ സത്യത്തിൽ ഈ പറഞ്ഞു കേട്ട് ഫിനിക്സ് പക്ഷിയോടെ ഒക്കെ പോയി. ഞാൻ വരാം ലാലിലേക്ക് വരാം. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായി BJPയെ പ്രതിരോധിക്കാൻ, BJPക്കെതിരായി വിജയം നേടാൻ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ, അതിൻ്റെ തന്ത്രങ്ങളെല്ലാം നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ കളി തന്നെ വീണ്ടും ആവർത്തിച്ച് അതേ പരാജയത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയരുമ്പോൾ അത് ആ നിലയിൽ മനസ്സിലാകാത്തതാണോ അതോ മനസ്സിലായിട്ടും അത് അങ്ങനെയല്ല എന്ന് ഭാവിക്കുന്നതാണോ എന്നാണ് നിശ്ചയമില്ലാത്തത്. ശ്രീ N. ശ്രീകുമാർ, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ UDFന് വലിയ സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ ഈ തീരുമാനത്തെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കോൺഗ്രസിൻ്റെ സമീപനത്തെ വിശദീകരിക്കാൻ കഴിയാത്ത വിധം അവരുടെ ഇടയിൽ അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്, വിമർശനമുണ്ട്, യാതൊരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ നേരത്തെ ലാല് പറഞ്ഞതുപോലെ ഇന്ന് BJPയെ തറപറ്റിച്ച് അധികാരത്തിൽ നിന്ന് പുറത്തിറക്കി കോൺഗ്രസ് രാജ്യം ഭരിക്കാൻ പോകുന്നുവെന്ന് കോൺഗ്രസ്സുകാർ പോലും വിചാരിക്കാത്തൊരു കാലത്താണ് ഇന്ന് ദേശീയ രാഷ്ട്രീയം നിൽക്കുന്നത്. കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലൊരു രക്ഷ ഉണ്ടാകണമെങ്കിൽ ആ മുന്നണിയുടെ ഭാഗമായി മുന്നണി നന്നായി പ്രകടനം നടത്തിയാൽ മാത്രമേ കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടമുണ്ടാവുകയുള്ളൂ. അതാണ് ഇന്നത്തെ ഒരു സാഹചര്യം. BJPയെ പ്രതിരോധിക്കേണ്ടതുണ്ട്, അവരെ അധികാരത്തിൽ പുറത്താക്കണമെങ്കിൽ. അവിടെ യഥാർത്ഥത്തിൽ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കടക്കം കേരളത്തിലെ പൊതുമണ്ഡലത്തിന് CPIM നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുന്നണിയുണ്ട്, വളരെ ശക്തമായ മുന്നണിയുണ്ട്. ആ മുന്നണി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ. അപ്പോൾ രാജ്യത്തിൻ്റെ മറ്റൊരിടത്തുമില്ലാത്ത വിധം ഇവിടെ ചോയ്സ് ഉണ്ട്. കോൺഗ്രസ് വളരെ ബ്ലൈൻഡായി ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ കൃത്യമായി അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്നവരെ ഒപ്പം നിർത്താൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ തയ്യാറാകില്ലേ? അത് കോൺഗ്രസ് കേരളത്തിൽ കാണാതെ പോകുന്നതാണോ? VD സതീശനൊക്കെ മൗനം പാലിക്കേണ്ടി വരുന്നത് ഈ അപകടത്തെ തിരിച്ചറിയുന്നത് കൊണ്ടുകൂടിയാണ്. ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് തല ഉയർത്തി പറഞ്ഞ് യെച്ചൂരി കാട്ടിയ ത്രാണി, അതാണ് യഥാർത്ഥത്തിൽ ആ ആർജവമാണ് സോണിയയും കോൺഗ്രസും കാട്ടേണ്ടത് എന്ന് കേരളത്തിൽ നിന്ന് അഭിപ്രായം ഉയരുന്നത് ചില്ലറയല്ല.
എന്നോടാണോ? അതെ. ശരത്ത് എന്നോടാണോ? അതെ അതെ, താങ്കളോടാണ്. കേൾക്കുന്നില്ലേ? എന്നോടാണോ? എൻ ശ്രീകുമാറിനോടാണ്. ഹലോ. റൈറ്റ്. എന്തോ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നു. കേട്ടില്ല അല്ലേ? ഇല്ല, ഒരു തടസ്സമില്ല. ഞാൻ എന്റേതാണോ അതെ ചോദിക്കാൻ? അതെ, താങ്കളോടാണ് ഞാനൊരു 4 വട്ടം പറഞ്ഞത്. അവിടെ ഞാൻ കേട്ടില്ല. ഓക്കെ. അതായത് ഇപ്പോൾ ശരത്ത് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ നമ്മൾ ന്യൂനപക്ഷത്തെ കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം കോൺഗ്രസ് ഭൂരിപക്ഷ വികാരത്തെ അനുകൂലിച്ചാൽ ന്യൂനപക്ഷങ്ങളൊക്കെ അകന്നു പോകുന്നൊരു ഒരു പ്രചാരണം കോൺഗ്രസ് വിരുദ്ധർ പ്രചരിപ്പിച്ചിരുന്നു. ആ കാലം പോയി. കാരണം ഈ ഫലസ്തീൻ വിഷയത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. നിങ്ങൾ എന്തൊക്കെയാണ് CPM നിലപാടെടുത്തിരുന്നത് കോൺഗ്രസിനെതിരെ, അത് നമ്മൾ കണ്ടതാണല്ലോ. ഏക സിവിൽ കോഡിൽ നമ്മൾ കണ്ടതാണല്ലോ. ഇനിയിപ്പോൾ ഇതും കൂടെ വരുന്നു. അപ്പൊ ന്യൂനപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റുകളുടെ ആ ഒരു മനോഭാവം മനസ്സിലാക്കി. മാത്രമല്ല, നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു വിരുന്ന് കൊടുത്തു. അതെന്ന് വെച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളൊക്കെ BJPയിലേക്ക് പോകും നമുക്ക് ധരിക്കാൻ പറ്റുമോ? അതൊക്കെ ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരും നടത്തും. അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ BD സതീശൻ അഭിപ്രായം പറയാതിരുന്ന കോൺഗ്രസ് ആണ് അഭിപ്രായം പറയേണ്ടത്. പ്രതിപക്ഷ നേതാവല്ല അഭിപ്രായം പറയേണ്ടത്. AICC ആണ് അഭിപ്രായം ആദ്യം പറയേണ്ടത്. അപ്പൊ AICC അഭിപ്രായം പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ പറയും. ഇവിടെ വ്യക്തിപരമായിട്ട് ക്ഷണം കിട്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് ശശി തരൂരടക്കം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിന്റെ നിലപാട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിലുണ്ടായിരുന്നല്ലോ. നിങ്ങൾ എന്താ അദ്ദേഹം പറഞ്ഞെന്താ പറയായിരുന്നത്? അദ്ദേഹം പറഞ്ഞെന്താണ്? ഉചിതമായ സമയത്ത് ഞങ്ങൾ നിലപാട് പറയുന്നു പറഞ്ഞു. ഈ സീതാറാം യെച്ചൂരി പറഞ്ഞ് നിങ്ങൾ വായിച്ചു നോക്കണം ശരത്തെ. അതിലത്തെ വാചകങ്ങൾ വായിക്കൂ. അതായത് ഇത് മത പരിപാടിയായി മാറ്റുന്നതിനും ഇതൊരു ഗവൺമെന്റിന്റെ പരിപാടിയായി മാറ്റിക്കൊണ്ട് രാഷ്ട്രീയമായി നീങ്ങുന്നതിനും ഞങ്ങൾ എതിരാണെന്നാണ് പറഞ്ഞത്. അതല്ല അതിൽ കോൺഗ്രസ് പോലെ ആരും പങ്കെടുക്കാൻ പാടില്ല, ജനാധിപത്യ വിശ്വാസികൾ പങ്കെടുക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അഭിപ്രായമല്ലേ? കോൺഗ്രസ് അത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ മുന്നറിയിപ്പില്ല ഉണ്ട്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അത് മനസ്സിലാക്കേണ്ടത് കൂടിയാണ്. മനസ്സിലാക്കാത്തവർ ഈ നാട്ടിലുണ്ടെന്നാണ് യെച്ചൂരി പറഞ്ഞതിന്റെ ഒരു അർത്ഥം. എന്റെ സ്ഥലത്തെ ഞാൻ ആ വാചകങ്ങൾ ഇന്ന് മാതൃഭൂമി വായിച്ചു കേൾപ്പിക്കാം നിങ്ങളെ. അതൊക്കെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന്റെ പൊരുളാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അല്ല, ഞാൻ പറഞ്ഞത് ഇതാണെന്ന്. അതാ ഞാൻ പറഞ്ഞത്. ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ യെച്ചൂരിക്ക് കഴിയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ന്യൂനപക്ഷ വിരുദ്ധമാണ്. കോൺഗ്രസ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ന്യൂനപക്ഷ എല്ലാം കോൺഗ്രസിന് വിട്ടുപോകുന്നുള്ള ഭീഷണി ഒന്നും ഈ പഴയ പോലെ ഫലിക്കില്ല. ശരിയാണ്. ലീഗ് അത് തന്നെ എടുത്ത് ഉദാഹരിച്ചു. യെച്ചൂരി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിനോട് പറഞ്ഞത് കെണിയിൽ വീഴരുതെന്ന്. അല്ല, ലീഗിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. അവർ വ്യക്തമായിട്ട് നാളെ അതിന് അവരുടെ കോൺഗ്രസിന്റെ നിലപാട് വരുമ്പോൾ വ്യക്തമായിക്കോളും. പിന്നെ ശ്രീ ലാലിവിടെ പറഞ്ഞ കാര്യമുണ്ട്. ലാലെ, കർണാടകത്തിലെ ന്യൂനപക്ഷങ്ങൾ ആർക്കൊപ്പമായിരുന്നു? മറന്നുപോയത്? അധികം കാലം ആയിട്ടില്ലല്ലോ. ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം കോൺഗ്രസിലാണ്. അത് നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. കർണാടകത്തിൽ കോൺഗ്രസിന് അതുകൊണ്ടാണ് കർണാടക തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ ഈ പറയുന്ന രാമനെയും കൃഷ്ണനെയും ഒക്കെ തള്ളി പറയും പരസ്യമായിട്ട്. അതെ, ഇപ്പോൾ ജനാധിപത്യപരമായി രാഷ്ട്രീയമായി കർണാടകത്തിൽ BJP പ്രതിരോധിച്ചു. അതിന്റെ നേട്ടം ഉണ്ടായിട്ടില്ല. വേഷം കെട്ടില്ലായിരുന്നു. ഇത്തരം സോക്കോൾഡ് വേഷം കെട്ടില്ല. പരസ്യമായി തള്ളി പറഞ്ഞു. സ്ട്രാറ്റജി ആയിരുന്നില്ല. കർണാടക തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ ഫ്രിഞ്ച് എലമെന്റ്സിനെ മുഴുവൻ തള്ളി പറഞ്ഞു. എന്തെങ്കിലും സംശയം? പറയില്ല, ഞാൻ ഒറ്റയല്ലേ ഉള്ളൂ. ഒരാൾ പറയാം. അതായത് കർണാടകത്തിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വികാരങ്ങൾ ഒരേപോലെ കോൺഗ്രസ് മനസ്സിലാക്കി പെരുമാറി. അതിന്റെ വിജയം അവിടെ സംഭവിച്ചത്. അതുപോലെ പെരുമാറാൻ മറ്റുള്ളത് കഴിയുന്നില്ല. ഇവിടെ ലാല് ഒറ്റ വാചകം നമുക്ക് നിർത്താം. തീർച്ചയായിട്ടും കേരളത്തിലും കഴിയുന്നുണ്ടല്ലോ. ആ കേരളത്തിലടക്കം UDF വോട്ടേഴ്സ് UDFന് വോട്ട് ചെയ്യുന്നവർ കാണാൻ പോകുന്നു. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് കളിച്ചിട്ടുള്ള ഹിന്ദുത്വ കാർഡിന്റെ പ്രയോഗം അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരുടെ മുമ്പിലേക്ക് കേരളത്തിലും വരാൻ പോകുന്നു. അതാണ് അവസ്ഥ. ലാല് വേഗം 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 മേളോട്ട് നോക്കിയിരിക്കാം. മേളോട്ട് ഇവിടെ ശ്രീമാറിയേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുമ്പം നമ്മളൊക്കെ ഈ ചന്ദ്രനിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതോ ഗ്രഹത്തിൽ ജീവിക്കുന്ന പോലാണെന്നാ കരുതുന്നത്. നമ്മൾ ഈ രാഷ്ട്രീയം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. കർണാടകത്തിൽ എന്താ നിങ്ങൾ കളിച്ചതെന്ന് നമുക്കറിയാം. നിങ്ങൾ ബീഹാറിൽ എന്താ കളിക്കുന്നതെന്നും അല്ലെങ്കിൽ മധ്യപ്രദേശിൽ എന്താ കളിക്കുന്നതെന്ന് നമുക്കറിയാം. ചേട്ടൻ വന്നിരുന്ന ഒറ്റ പറച്ചിലാണ് ഞങ്ങൾക്ക് ഇങ്ങനായിരുന്നു അങ്ങനായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ഒബ്ജക്റ്റീവ്ലി കറക്റ്റ് ആവുന്നത്? കർണാടകത്തിൽ എന്താ സംഭവിച്ചത്? ചുമ്മാതെ ഈ പറയുന്ന ഈ
ഈ ഫോൾസ് കോൺഷ്യസ്നെസ് കൊണ്ടുവന്ന് വിജയിക്കാൻ നോക്കരുത്. ഒരു ഡിബേറ്റിൽ നരസിംഹറാവു പൊളിച്ച സാധനത്തെ കുറിച്ച്, നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോ പൊളിച്ച കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് മിണ്ടത്തില്ല. നിങ്ങൾ എന്നെ മിണ്ടാ. ഞാൻ എത്ര നേരം ഇവിടെ പറഞ്ഞു നരസിംഹറാവു പൊളിച്ചു. അല്ല, അത് മാത്രമല്ല, രണ്ട് ഘടകങ്ങളുണ്ട്. 89-ൽ ശിലാന്യാസത്തിന് വേണ്ടി അനുവാദം കൊടുത്തത് രാജീവ് ഗാന്ധി. ഈ പറഞ്ഞ 92-ൽ വന്ന എന്താണ് ബാബറി പള്ളി പൊളിക്കുമ്പോൾ 356 പ്രയോഗിച്ച് UP സർക്കാരിനെ പിരിച്ചുവിടാം, ഒന്നും ചെയ്തില്ല, നിശബ്ദമായി. അവിടെയാണ് ഇതെല്ലാം സംഭവിച്ചത്. ശ്രീലാൽ, നമുക്ക് ശരത്, എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഭിന്നത ഇല്ല എന്ന് വരുത്താനെങ്കിലും, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനെങ്കിലും കോൺഗ്രസ് ഈ ദിവസങ്ങളിൽ തന്നെ ഇതിൽ സംബന്ധിച്ച് തീരുമാനം പറയണം. ഒട്ടും വൈകാതെ തീരുമാനം പറയണം. ഇതിനോടകം തന്നെ പറയേണ്ടതായിരുന്നു. ഇനിയെങ്കിലും അത് പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഞാൻ. റൈറ്റ്. ഏതായാലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പൊതുവിൽ വലിയ പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ നിലപാട് പറയുന്ന കാര്യത്തിൽ സോണിയാഗാന്ധി ക്ഷണം സ്വീകരിച്ചു എന്നുള്ളിടത്താണ് ആ ആശയക്കുഴപ്പം വളരെ ശക്തമായി നിൽക്കുന്നത്. കോൺഗ്രസ് വീണ്ടും BJPയുടെ വഴിയെ മുൻപുള്ളതുപോലെ തന്നെ പോകുന്നു, BJP പ്രതിരോധിക്കാനെന്ന മട്ടിൽ. അതിശക്തമായി കേരളത്തിനകത്ത് ഇതിനെതിരായ പൊതുവികാരം, വിമർശനം ഉയരുക കൂടിയാണ്. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഈ ചർച്ച. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.